നമസ്തേ, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. കണ്ണൂരിലെ ബി.ജെ.പി. പ്രവർത്തകൻ മുഴുപ്പിലങ്ങാട് സൂരജ് വധക്കേസിൽ 1 മുതൽ 9 വരെയുള്ള പ്രതികൾ കുറ്റക്കാർ. മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി PM മനോജിന്റെ സഹോദരൻ മനോരാജ് നാരായണൻ, TP വധക്കേസ് പ്രതി TK രജീഷ് എന്നിവരും കുറ്റക്കാർ. തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതി ശിക്ഷ വിധിക്കുക തിങ്കളാഴ്ച. ആശാവർക്കർമാർക്ക് വീണ്ടും പരിഹാസം. സമരമുഖത്തുള്ളവർക്ക് നിർബന്ധ ബുദ്ധിയും ശാഠ്യവുമെന്ന് മന്ത്രി MP രാജേഷ്. ഡൽഹിയിൽ പോയത് കേന്ദ്രമന്ത്രിയെ കാണാനെന്ന് പറഞ്ഞിട്ടില്ല എന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജുമായി അടുത്തയാഴ്ച കൂടിക്കാഴ്ച നടത്തുമെന്ന് JP നഡ്ഡ. ആരോ ചന്തയ്ക്ക് പോയതുപോലെയാണ് മന്ത്രി ഡൽഹിക്ക് പോയതെന്ന് ആശാമാർ. എന്തെന്നറിയാമോ, ആശാമാരുടെ ആവശ്യത്തിനാണ്. ഏത് ആശാമാരുടെ ആവശ്യത്തിന്? അവിടെ പോയിട്ട് അവരെ വാതിൽ അവരെ കാൽച്ചോടി ചെന്ന് കയറാൻ പറ്റിയോ? കാണാൻ പറ്റുമോ? അവർ ഉടുത്തിരിക്കുന്ന ഡ്രസ്സ് കാണാൻ പറ്റുമോ? ഈ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് കേന്ദ്രത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഒരു ഡ്രസ്സ് കാണാൻ പറ്റുമോ? ഇട്ടിരുന്ന ഡ്രസ്സിന്റെ ഒരു മൂല കാണാൻ പറ്റുമോ? എന്തിനാ ഇങ്ങനെ? കേരളത്തിലെ ക്ഷേത്രങ്ങൾ രാഷ്ട്രീയക്കാരുടെ കയ്യിലെന്ന് മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി. അഖാഡയുടെ പ്രവർത്തനം ദക്ഷിണ കേരളത്തിൽ വ്യാപിപ്പിക്കും. അലോഷിക്ക് വീണ്ടും വിപ്ലവഗാന വേദി ഒരുക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, പ്രതിഷേധിച്ച് BJP. RSS അഖില ഭാരതീയ പ്രതിനിധി സഭയ്ക്ക് ബംഗളൂരുവിൽ തുടക്കം. ബൈഠക് 3 ദിവസം. ശതാബ്ദി പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകും. ത്രിഭാഷാ വിവാദം രാഷ്ട്രീയ പ്രേരിതമെന്ന് സഹസർകാര്യവാഹ് CR മുകുന്ദ്. സർക്കാർ കരാറുകളിൽ 4% മുസ്ലിം സംവരണം അനുവദിക്കുന്ന ബില്ല് പാസാക്കി കർണാടക നിയമസഭ. ഭരണഘടനാ വിരുദ്ധമെന്ന് BJP, പകർപ്പ് കീറിയെറിഞ്ഞു പ്രതിഷേധം. നിർധന കുടുംബത്തെ വീട്ടിൽ നിന്നിറക്കിവിട്ട കേരള ബാങ്ക് ക്രൂരതയിൽ കണ്ണടച്ച് പിണറായി സർക്കാർ. നീലേശ്വരത്തെ ജപ്തി നടപടി മുഖ്യമന്ത്രിയുടെ വാഗ്ദാന ലംഘനം. ജനം ഫോളോ അപ്പ്. തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് കൈയിട്ട് വാരാൻ സംസ്ഥാന സർക്കാർ. വൃത്തി കോൺക്ലേവിന് നിർബന്ധമായും പണം അനുവദിക്കണമെന്ന് തിട്ടൂരം. സർക്കാരിലേക്ക് എത്തുക 8 കോടിയിലധികം രൂപ. ജനം ബ്രേക്കിംഗ്. രാജ്യവിരുദ്ധ പരാമർശം നടത്തിയതിന് രാഹുലിന് സംഭൽ കോടതി നോട്ടീസ്. ഏപ്രിൽ 4-ന് ഹാജരാകണം. പാക് ഹൈക്കമ്മീഷന്റെ ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്ത മണിശങ്കർ അയ്യർ. കോൺഗ്രസ് നേതാവിനെതിരെ ജനരോഷം ശക്തം. ആശാവർക്കർമാരുടെ നിരാഹാര സമരം 2ാം ദിവസവും തുടരുകയാണ്. ഇപ്പോൾ BJP നേതാവ് മുൻ കേന്ദ്രമന്ത്രിയുമായ V മുരളീധരൻ സമരപന്തലിലെത്തിയ ആശമാരെ കാണുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ. ആശമാരുടെ രാപ്പകൽ സമരം 40ാം ദിവസത്തിലെത്തി നിൽക്കെ, നിരാഹാര സമരം 2ാം ദിവസത്തിലെത്തി നിൽക്കെ കടുത്ത അപമാനം വീണ്ടും നേരിട്ടിരിക്കുകയാണ് ആശമാർക്ക്. കഴിഞ്ഞ ദിവസം കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാനെന്ന് പറഞ്ഞ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഡൽഹിയിലേക്ക് പോയെങ്കിലും പിന്നീടാണ് അവരുടെ യാത്രയുടെ ഉദ്ദേശം മറ്റൊന്നായിരുന്നു എന്നുള്ള കാര്യം മന്ത്രി തന്നെ വ്യക്തമാക്കുന്നത്. തുടർന്ന് വലിയ പ്രതിഷേധമാണ് ആശമാരുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഇന്ന് നിയമസഭയിലും ആശമാർക്ക് അപമാനമുണ്ടാക്കുന്ന വാക്കുകൾ തന്നെയായിരുന്നു മന്ത്രി MP രാജേഷും നടത്തിയത്. അതേസമയം ആശാവർക്കർമാരുടെ സമരത്തിൽ നിയമസഭയിലും പാർട്ടി നിലപാട് ആവർത്തിച്ച് മന്ത്രി MP രാജേഷ്. പ്രതിപക്ഷത്തിന്റെ സബ്മിഷന് മറുപടി പറയവെയാണ് നിയമസഭയിലും മന്ത്രി പാർട്ടി നിലപാട് ആവർത്തിച്ചത്. സമരമുഖത്തുള്ളവർക്ക് നിർബന്ധ ബുദ്ധിയും ശാഠ്യവുമാണെന്ന മറുപടിയാണ് മന്ത്രി നൽകിയത്. സർക്കാരിനല്ല സമരക്കാർക്കാണ് പിടിവാശിയെന്നും മന്ത്രി പറഞ്ഞു. സമരത്തെ പരിഹസിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചതെന്ന് ആരോപിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി. തുടർച്ചയായി ചർച്ചകൾ നടന്നിട്ടും പരിഹാരമുണ്ടാകാത്ത സാഹചര്യത്തിലാണ് ആശാവർക്കർമാരുടെ സമരം നിയമസഭയിൽ പ്രതിപക്ഷം എത്തിച്ചത്.
സബ്മിഷനായി എത്തിച്ച വിഷയത്തിൽ മറുപടി നൽകേണ്ടത് മുഖ്യമന്ത്രി. എന്നാൽ മുഖ്യമന്ത്രി സഭയിലെത്താത്തതിനാൽ മന്ത്രി MP രാജേഷ് മറുപടി നൽകി. സമരമുഖത്തുള്ളവർക്ക് നിർബന്ധ ബുദ്ധിയും ശാഠ്യവുമാണെന്ന മറുപടിയാണ് മന്ത്രി നൽകിയത്. സർക്കാരിനല്ല സമരക്കാർക്കാണ് പിടിവാശിയെന്നും മന്ത്രിയുടെ പാർട്ടി നിലപാട് ആവർത്തിച്ചു. രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയിട്ടുള്ള ഒരു സമരത്തെ നമ്മൾ ആര് ശ്രമിച്ചാലും അത് പരിഹരിക്കാൻ പറ്റില്ല. ലക്ഷ്യം രാഷ്ട്രീയമല്ല, ന്യായമായിട്ടുള്ള ആവശ്യങ്ങളാണോ അത് ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്നത് പരിഹരിച്ചു കഴിഞ്ഞു. അപ്പോൾ സർക്കാരിന്റെ പിടിവാശിയല്ല, സമരക്കാരുടെ പിടിവാശിയാണ്. സമരക്കാർ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള പിടിവാശി ഉപേക്ഷിച്ചാൽ ഈ സമരം പരിഹരിക്കാവുന്നത്. മന്ത്രി സമരത്തെ തള്ളിപ്പറയുന്നുവെന്നും മറ്റ് സംസ്ഥാനത്തെ വെച്ച് ആശാസമരത്തെ ഉപമിക്കരുതെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സമരം ന്യായമാണ്, പ്രതിപക്ഷം ആശമാർക്കൊപ്പമെന്നും VD സതീശൻ പറഞ്ഞു. ഈ സമരം ന്യായമല്ല എന്ന നിലപാട് ശരിയല്ല സാർ. സമരം ന്യായമായ സമരമാണ്. കേന്ദ്ര ഗവൺമെന്റ് ഇൻസെന്റീവ് വർദ്ധിപ്പിക്കണം എന്ന് ഞങ്ങളുടെ MP-മാർ, ഞാൻ പറഞ്ഞു നേരത്തെ, പാർലമെന്റിലും ആവശ്യപ്പെടുന്നുണ്ട്. സാർ, ഈ സമരത്തെ തള്ളിപ്പറഞ്ഞ് സമരത്തിൽ ആൾ പങ്കെടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമരം ന്യായമായ ആവശ്യത്തിന് വേണ്ടി അവർ നടത്തുന്ന സമരത്തോടൊപ്പമാണ് ഞങ്ങൾ അവരോടൊപ്പമാണ്. സമരത്തെ പരിഹസിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചതെന്നും ഇതേ നിലപാട് മന്ത്രി MP രാജേഷും തുടർന്നുവെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ന്യായമായ പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. ജനം, തിരുവനന്തപുരം. സെക്രട്ടേറിയറ്റിനു മുന്നിലെ സമരം കൂടുതൽ കടുപ്പിച്ച ആശമാർ. പിടിവാശി കൊണ്ടല്ല, നിവൃത്തികേടുകൊണ്ടാണ് സമരം ചെയ്യുന്നതെന്ന് ആശമാർ. ഇടത് സർക്കാർ ആശമാരെ ചേർത്തു നിർത്തുകയല്ല, ഞെക്കിക്കൊല്ലുകയാണെന്ന് രൂക്ഷ വിമർശനം. ഡൽഹി യാത്രാ വിവാദത്തിൽ മാധ്യമങ്ങളെ പഴിച്ച് മന്ത്രി വീണ ജോർജും രംഗത്തെത്തി. ഇവിടുന്ന് പറഞ്ഞിട്ട് പോയത് എന്തെന്നറിയാമോ? ആശാമാരുടെ ആവശ്യത്തിനാണ്. ഏത് ആശാമാരുടെ ആവശ്യത്തിന്? അവിടെ പോയിട്ട് അവരെ വാതിൽ, അവരെ കാൽച്ചോടി ചെന്ന് കയറാൻ പറ്റിയോ? കാണാൻ പറ്റുമോ? അവർ ഉടുത്തിരിക്കുന്ന ഡ്രസ്സ് കാണാൻ പറ്റുമോ? ഈ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് കേന്ദ്രത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഒരു ഡ്രസ്സ് കാണാൻ പറ്റുമോ? ഇട്ടിരുന്ന ഡ്രസ്സിന്റെ ഒരു മൂല കാണാൻ പറ്റും. എന്തിനാ ഇങ്ങനെ നാണം കെട്ട് ജീവിക്കുന്നത്? ഇവരെന്തിനാ? അതിന്റെ പേര് ദോഷം നിങ്ങളെപ്പോലുള്ള നല്ല മാന്യമായ ആൾക്കാർക്കാണ് അതിന്റെ പേര് ദോഷം. ഇവരൊരു പത്രപ്രവർത്തകയായിരുന്നതല്ലേ? ഇത്രയും ഉൾപ്പെട്ട ഒരു സ്ത്രീ പറഞ്ഞാൽ കൂടിപ്പോയി. ഞങ്ങൾ നിയന്ത്രണം വിട്ടിരിക്കുകയാണ്. പറഞ്ഞതിലപ്പുറം ഇനി പറയാനില്ല. കേന്ദ്ര ആരോഗ്യമന്ത്രി ഇന്നലെ തന്നെ കാണുമെന്ന് ആരോടും പറഞ്ഞിട്ടില്ല എന്ന് മന്ത്രി വീണ ജോർജ്. അസത്യപ്രചാരണമാണ് നടക്കുന്നതെന്നും വീണ ജോർജ് ഫേസ്ബുക്കിൽ കുറിച്ചു. അതേസമയം കൂടിക്കാഴ്ചയ്ക്ക് അനുമതി ചോദിച്ചുകൊണ്ടുള്ള കത്ത് ലഭിച്ചത് ബുധനാഴ്ച രാത്രി എന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയത്. അടുത്ത ആഴ്ച കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ വീണ ജോർജിന് അവസരം ലഭിച്ചേക്കുമെന്നാണ് ആരോഗ്യ മന്ത്രാലയം നൽകുന്ന സൂചന. കേരളത്തിലെ ക്ഷേത്രങ്ങൾ രാഷ്ട്രീയക്കാരുടെ കയ്യിലെന്ന് മഹാമണ്ഡലേശ്വര സ്വാമി ആനന്ദവനം ഭാരതി. ദക്ഷിണ ഭാരതത്തിൽ ഹൈന്ദവ സമാജം നേരിടുന്ന വെല്ലുവിളികളെ പ്രതിരോധിക്കാനുള്ള ദൗത്യം ഏറ്റെടുക്കും. ജൂന അഖാഡ ധർമ്മസംരക്ഷണത്തിനായുള്ള പ്രവർത്തനങ്ങൾ നടത്തുമെന്നും അഖാഡയുടെ പ്രവർത്തനം ദക്ഷിണ കേരളത്തിൽ വ്യാപിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം പൗർണമിക്കാവിൽ ദർശനം നടത്തിയതിനു ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഒന്ന്, കേരളത്തിലെ പ്രത്യേകിച്ചും ഒരു കാര്യം, ഇവിടെ ഭാരതത്തിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലാണെങ്കിലും എല്ലാ സ്ഥലങ്ങളിലും, ഉത്തരഭാരതത്തിലെ എല്ലാ ഗ്രാമങ്ങളിലും അഖാഡകളിലെ ആശ്രമങ്ങളോ കുടികളോ ഉണ്ട്. അവിടെ ആ ഗുരുക്കന്മാരുടെ സമീപത്ത് വന്നിട്ടാണ് അവിടെയുള്ള ഒട്ടുമിക്ക കുട്ടികളും വളരുന്നതും അവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായിട്ടുള്ള ഉപദേശങ്ങൾ സ്വീകരിക്കുന്നതും. ഇവിടെ ആശ്രമങ്ങളുമായി അങ്ങനെ ബന്ധപ്പെടുകയോ അങ്ങനെ ഒരു ഗുരുക്കന്മാരുടെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയോ ചെയ്യുന്നൊരു സമീപനമില്ല. നമ്മളുടെ അതായത് സർക്കാർ ഭരണത്തിന്റെ ഒരു പ്രത്യേകത കൊണ്ടായിരിക്കാം മിക്ക ക്ഷേത്രങ്ങളിലും തന്നെ സന്യാസിമാർ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഭക്ഷണം കൊടുക്കാനോ അവർക്ക് തങ്ങാനോ ഒക്കെ വേണ്ടിയിട്ടുള്ളൊരു വ്യവസ്ഥകളോ ഇല്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു മാറ്റം വന്നാൽ, അതായത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ആചാര്യന്മാരെ ഗുരുക്കന്മാരെ സ്വീകരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കുട്ടികളിൽ അതിനനുസരിച്ചിട്ടുള്ള മാറ്റം ഉണ്ടാകും. ഇപ്പോൾ കുംഭമേളയ്ക്കൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് കാണാം, അവിടെ വളരെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ഈ ധർമ്മത്തിന് വേണ്ടിയിട്ട് വലിയ സേവനം ഓരോരോ ആശ്രമങ്ങളുടെ ശിബിരങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കും. ക്ഷേത്രം അടുത്തും പറ്റിയ രാഷ്ട്രീയക്കാർ ഭരിക്കുമ്പോൾ അവിടെ ക്ഷേത്രത്തിൽ എന്താണോ നടക്കേണ്ടത് അത് മാത്രം നടക്കില്ല, എന്തൊക്കെയാണോ നടക്കാൻ പാടില്ലാത്തത് അതെല്ലാം നടക്കും. വിപ്ലവ ഗാനമേളയ്ക്ക് വീണ്ടും വേദിയൊരുക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. കോട്ടയം തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിനാണ് വിവാദ ഗായകൻ അലോഷി ആദംസിന്റെ വിപ്ലവ സംഗീത പരിപാടി നിശ്ചയിച്ചത്. ക്ഷേത്രം അഡ്ഹോക് കമ്മിറ്റിയുടേതാണ് തീരുമാനം. നിയമവിരുദ്ധമായാണ് അഡ്ഹോക് കമ്മിറ്റിയെ നിയമിച്ചതെന്ന് ആരോപിച്ച് ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചു. ക്ഷേത്രോത്സവം പാർട്ടി പരിപാടിയാക്കി മാറ്റാൻ അനുവദിക്കില്ലെന്ന് BJPയും നിലപാടെടുത്തു.
പ്രസിദ്ധമായ തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് 8ാം ഉത്സവനാളിൽ അതായത് ഏപ്രിൽ 21-ന് വിവാദ ഗായകൻ അലോഷി ഗസൽ അവതരിപ്പിക്കുമെന്നാണ് പുതുതായി നിയമിച്ച ക്ഷേത്രം അഡ്ഹോക് കമ്മിറ്റി അംഗങ്ങളുടെ പ്രഖ്യാപനം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള കടക്കൽ ദേവി ക്ഷേത്ര ഉത്സവത്തിലെ പരിപാടിയെ പാർട്ടി പരിപാടിയാക്കും വിധം അവതരിപ്പിച്ചത് വിവാദമായി നിൽക്കെയാണ് വീണ്ടും ക്ഷേത്രത്തിൽ അലോഷിക്ക് ഗസലിനായി വേദി ഒരുക്കുന്നത്. വിഷയത്തിൽ ഹൈക്കോടതി വിമർശനം നേരിട്ടിട്ടും നിലപാട് തിരുത്താൻ തയ്യാറല്ലെന്ന് തെളിയിക്കുന്നതാണ് തിരുവാർപ്പ് ക്ഷേത്രത്തിലെ നടപടി. ക്ഷേത്രോത്സവം പാർട്ടി പരിപാടിയാക്കി മാറ്റാനും തിരുവാർപ്പിലെ സമാധാനാന്തരീക്ഷം തകർക്കാനും അനുവദിക്കില്ലെന്ന് BJP വ്യക്തമാക്കി. ക്ഷേത്രത്തിലെ സമാധാന അന്തരീക്ഷം തകർക്കാനോ ഇവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ തച്ചുടയ്ക്കാനോ ഞങ്ങൾ ഒരു കാരണവശാലും സമ്മതിക്കുകയില്ല. അപ്പം നമുക്കറിയാം, ഇതൊക്കെ ഈ ക്ഷേത്രങ്ങൾ കൈയടക്കിക്കൊണ്ട് ക്ഷേത്രങ്ങളിലൂടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ള ചില വ്യക്തികളുടെ ചില പ്രസ്ഥാനങ്ങളുടെ രാഷ്ട്രീയ പാർട്ടികളുടെ ഗൂഢതന്ത്രത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ അലോഷി എന്ന് പറഞ്ഞ ഒരാളെ ഇവിടെ ഗാനമേളയ്ക്ക് കൊണ്ടിരുന്നത്. നമ്മളാരും ഇന്നേവരെ കേൾക്കാത്ത ഒരാളായി അലോഷി എന്ന് പറഞ്ഞ ആൾ. നിലവിലെ ക്ഷേത്രം ഉപദേശക സമിതിയെ മറികടന്ന് പുതുതായി നിയമിച്ച അഡ്ഹോക് കമ്മിറ്റിയാണ് പരിപാടി നിശ്ചയിച്ചത്. ക്ഷേത്രകലകൾക്കാണ് തിരുവുത്സവത്തിൽ പ്രാധാന്യം നൽകിയിരുന്നതെന്നും തങ്ങളുടെ അറിവോടെയല്ല അലോഷിയുടെ പരിപാടിയെന്നും ക്ഷേത്രം ഉപദേശക സമിതി. ഞങ്ങൾ അറിഞ്ഞുകൊണ്ടല്ല, ഞങ്ങൾ ഇവിടെ ക്ഷേത്രകലകൾക്കാണ് പ്രാധാന്യം കൊടുത്താണ് ഞങ്ങളിവിടെ ഇതുവരെ ഞങ്ങളെല്ലാം ഇതെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഈ പറഞ്ഞ പരിപാടി ഞങ്ങളിങ്ങനെ SP പോസ്റ്റിലൂടെയാണ് ഞങ്ങൾ കണ്ടത്. അത് ഈ കമ്മിറ്റി എടുത്തതായിട്ടാണ് ഞങ്ങൾ അറിഞ്ഞത്. അവരുടെ ഇതിനകത്തുള്ളവരാണ് ഇട്ടിരിക്കുന്നത്, തന്നെ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ അറിഞ്ഞത്. ഞങ്ങൾ ഇതുവരെ അങ്ങനെ ഒരു പരിപാടി ബുക്ക് ചെയ്തിട്ടുമില്ല, ഒന്നുമില്ല. ഞങ്ങൾ ക്ഷേത്രകലകളാണ് മുൻതൂക്കം കൊടുത്തിരിക്കുന്നത്. അലോഷിയുടെ പരിപാടി നിശ്ചയിച്ചതിൽ അഡ്ഹോക് കമ്മിറ്റിയെ BJP പ്രതിഷേധം രേഖാമൂലം അറിയിച്ചിട്ടുണ്ട്. നിയമവിരുദ്ധമായാണ് അഡ്ഹോക് കമ്മിറ്റിയെ നിയമിച്ചതെന്ന് ആരോപിച്ച് ക്ഷേത്രം ഉപദേശക സമിതി അംഗങ്ങൾ ഹൈക്കോടതിയെയും സമീപിച്ചു. ജനം, കോട്ടയം. സർക്കാർ കരാറുകളിൽ 4% മുസ്ലിം സംവരണം അനുവദിക്കുന്ന ബില്ല് നിയമസഭയിൽ പാസാക്കി കർണാടക. BJP അംഗങ്ങൾ പകർപ്പ് കീറിയെറിഞ്ഞ് പ്രതിഷേധിച്ചു. നടുത്തളത്തിലിറങ്ങി മുദ്രാവാക്യം വിളിച്ചും പ്രതിഷേധിച്ചു. ബില്ല് ഭരണഘടനാ വിരുദ്ധമെന്ന് BJP വിമർശിച്ചു. ഗൗതം അനന്തനാരായണൻ ചേരുന്ന വിവരങ്ങളുമായി. ഗൗതം, ഈ ബില്ല് ഭരണഘടനാ വിരുദ്ധം എന്ന ആരോപണം, ഒപ്പം കടുത്ത പ്രതിഷേധം, എന്നിട്ടും ഈ കർണാടക നിയമസഭയിൽ ഈ ബില്ല് പാസ്സായിരിക്കുന്നു. വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ സംവരണങ്ങളെ ഭരണഘടന ഒരു രീതിയിലും അംഗീകരിക്കുന്നതല്ല. സാമൂഹികവും വിദ്യാഭ്യാസപരവുമായുള്ള പിന്നോക്കാവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് SC/ST അതോടൊപ്പം തന്നെ OBC വിഭാഗങ്ങൾക്ക് മാത്രമായി സംവരണം നമ്മുടെ ഭരണഘടന തന്നെ വിഭാവനം ചെയ്യുന്നത്. പക്ഷേ ഇതിന് ഘടകവിരുദ്ധമായി രാജ്യത്ത് മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സംവരണം എന്ന നിലയിലേക്ക് കർണാടകയിൽ കോൺഗ്രസ് സർക്കാർ കാര്യങ്ങളെ കൊണ്ടെത്തിക്കുകയാണ്. കഴിഞ്ഞ ബജറ്റിൽ മുസ്ലിങ്ങൾക്ക് മാത്രമായി നിരവധി പ്രഖ്യാപനങ്ങൾ ഇതിനകം കോൺഗ്രസ് നടത്തി കർണാടകത്തിൽ. ഇത് കൂടാതെയാണ് ഈ സർക്കാരിന്റെ ടെൻഡറുകളിൽ മുസ്ലിങ്ങൾക്ക് 4% സംവരണം ഏർപ്പെടുത്തുന്ന ബില്ല് കൂടി നിയമസഭയിൽ കൊണ്ടുവന്നത്. ഇന്ന് ഈ വലിയ പ്രതിഷേധത്തിനിടയിൽ ഈ വിവാദ ബില്ല് സിദ്ധരാമയ്യ സർക്കാർ പാസ്സാക്കുകയായിരുന്നു. മുഖ്യ പ്രതിപക്ഷമായ BJP ബില്ല് കീറിയെറിയുകയും സ്പീക്കറുടെ ഡയസിന് ഉൾപ്പെടെ എത്തി പ്രതിഷേധിക്കുകയും ചെയ്തു. ഇതിനിടയിൽ സർക്കാർ ഏകപക്ഷീയമായി തന്നെ ബില്ല് പാസ്സാക്കുകയായിരുന്നു. ദേശീയ തലത്തിൽ തന്നെ BJP ഈ വിഷയം ഉയർത്തിയുള്ള വ്യാപകമായ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ്. ഈ ബില്ല് ഭരണഘടനാ വിരുദ്ധമാണെന്നും അംബേദ്കർ ഉൾപ്പെടെയുള്ള ഭരണഘടന വിഭാവനം ചെയ്ത ദേശീയ നേതാക്കളോടുള്ള അവഹേളനം കൂടിയാണ് ഇത്തരം ബില്ലുകൾ കൊണ്ടുവരുന്നത് എന്നതാണ് BJPയുടെ പ്രധാനപ്പെട്ട വിമർശനം. വീണ. ഓക്കെ, ശരി ഗൗതം. പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംഭുവിലും ഖനൌരിയിലും കർഷക സമരം അടിച്ചമർത്തി പഞ്ചാബ് പോലീസ്. കർഷകർ കെട്ടിയ കുടിലുകൾ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് പോലീസ് പൊളിച്ചു നീക്കിയത് ആം ആദ്മി പാർട്ടി സർക്കാരിന്റെ ഇരട്ടത്താപ്പാണെന്നാണ് കർഷക സംഘടനകളുടെ ആരോപണം. കേന്ദ്ര കൃഷിമന്ത്രിയുമായി ചർച്ച നടത്തി മടങ്ങിയ കർഷക സംഘടനാ നേതാക്കളെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഹരിയാനയുടെയും അതിർത്തിയായ ശംഭുവിൽ 1 വർഷത്തിലേറെയായി കർഷകർ കുടിൽ കെട്ടി സമരം ചെയ്തു വരുന്നതിനിടെ അപ്രതീക്ഷിതമായാണ് പഞ്ചാബ് പോലീസ് ഒഴിപ്പിക്കൽ നടപടികൾ തുടങ്ങിയത്. ശംഭു അതിർത്തിയിൽ സമരത്തിനെത്തിയ 300ഓളം കർഷകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. കർഷകർ കെട്ടിയിരുന്ന കുടിലുകൾ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് പൂർണ്ണമായും തകർത്തു. ശംഭുവിലെ കർഷകർക്ക് നേരെ പോലീസ് ക്രൂരമായ അതിക്രമമാണ് കാട്ടിയതെന്നാണ് ആരോപണം. ഖനൌരി അതിർത്തിയിൽ നിന്നും ഏകദേശം 700 കർഷകരെയാണ് കസ്റ്റഡിയിലെടുത്തത്. കൂടാതെ കേന്ദ്ര പ്രതിനിധി സംഘവുമായുള്ള കൂടിക്കാഴ്ച കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ കർഷക സംഘടനാ നേതാക്കളെയും പഞ്ചാബ് പോലീസ് അറസ്റ്റ് ചെയ്തു. കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്തിരുന്ന കർഷകർക്ക് ആം ആദ്മി പാർട്ടി സർക്കാർ നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ചത് പൊള്ളയായിരുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്ന സംഭവങ്ങളാണ് പഞ്ചാബിലുണ്ടായത്.
ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാളും പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാനുമടക്കം സമരം ചെയ്ത കർഷക സംഘടനാ നേതാക്കളെ നേരിൽ കണ്ട് പിന്തുണ പ്രഖ്യാപിച്ചതും വഞ്ചന മാത്രമായിരുന്നുവെന്നും കർഷക സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം മുൻകൂർ നോട്ടീസ് നൽകിയ ശേഷമാണ് ഒഴിപ്പിക്കൽ നടപടികൾ ആരംഭിച്ചതെന്നാണ് പഞ്ചാബ് പോലീസിന്റെ വിശദീകരണം. ജനം, ഡൽഹി. രാജ്യവിരുദ്ധ പരാമർശത്തിൽ കോൺഗ്രസ് നേതാവ് രാഹുലിന് നോട്ടീസ് അയച്ച് സംഭൽ കോടതി. തങ്ങളുടെ പോരാട്ടം BJPക്കും RSSനും എതിരല്ലെന്നും രാജ്യത്തിനെതിരാണെന്നുമുള്ള രാഹുലിന്റെ വാക്കുകളിലാണ് കോടതി ഇടപെടൽ. ഏപ്രിൽ 4-ന് കോടതിയിൽ നേരിട്ട് ഹാജരാകണമെന്നും അല്ലെങ്കിൽ മറുപടി അറിയിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. നാഗ്പൂർ കലാപത്തിൽ ബംഗ്ലാദേശ് ബന്ധം കണ്ടെത്തി മഹാരാഷ്ട്ര പോലീസ്. 97 വ്യാജ വാർത്തകൾ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചതിൽ കൂടുതലും ബംഗ്ലാദേശ് IP അഡ്രസ്സിൽ നിന്നാണെന്ന് സൈബർ സെൽ വിഭാഗം സ്ഥിരീകരിച്ചു. ഔറംഗസേബുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് പിന്നാലെ നാഗ്പൂരിൽ നടന്ന കലാപത്തിൽ ഉൾപ്പെട്ട 200 പേരെ നാഗ്പൂർ പോലീസ് ഇതുവരെ തിരിച്ചറിഞ്ഞു. ഹിന്ദുക്കൾ സംഘടിച്ച് ഖുറാൻ കത്തിച്ചു എന്ന തലത്തിലടക്കം 97 വ്യാജ വാർത്തകളാണ് നാഗ്പൂർ കലാപത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറയുന്നു. വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ച ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചതുവഴി ബംഗ്ലാദേശ് ബന്ധമാണ് നാഗ്പൂർ പോലീസിന്റെ സൈബർ വിഭാഗം കണ്ടെത്തിയത്. വ്യാജ വാർത്തകൾ മിക്കതും പ്രചരിച്ചത് ബംഗ്ലാദേശ് IP അഡ്രസ്സുള്ള കമ്പ്യൂട്ടറുകളിൽ നിന്നാണെന്നും സ്ഥിരീകരിച്ചു. സാമൂഹ്യ മാധ്യമങ്ങൾ വഴി വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചതും അത് കലാപത്തിലേക്ക് വഴിവെച്ചതുമായി ബന്ധപ്പെട്ട 4 FIRകൾ പോലീസ് രജിസ്റ്റർ ചെയ്തു. കലാപത്തിൽ പങ്കെടുത്ത 100 കണക്കിന് പേരെ തിരിച്ചറിഞ്ഞു. ഇവരിലൂടെ 1000-ലധികം കലാപകാരികളെ കണ്ടെത്താനാകുമെന്നാണ് പോലീസ് കരുതുന്നത്. 18 ടീമുകളായി തിരിഞ്ഞ് ഇതിനായുള്ള അന്വേഷണം പുരോഗമിക്കുന്നു. മാർച്ച് 17 രാത്രിയിലാണ് നാഗ്പൂരിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ കലാപം അഴിച്ചുവിട്ടത്. 30-ലധികം പോലീസുകാർക്ക് പരിക്കേറ്റു. വാഹനങ്ങൾ അടിച്ചു തകർക്കുകയും അഗ്നിക്കിരയാക്കുകയും ചെയ്ത അക്രമികൾ ഇതര മതസ്ഥരുടെ സ്ഥാപനങ്ങൾക്ക് തീയിട്ടു. മൈനോറിറ്റീസ് ഡെവലപ്മെന്റ് പാർട്ടി നേതാവ് ഫഹീം ഷമീം ഖാനാണ് കലാപത്തിന്റെ സൂത്രധാരനെന്ന് കണ്ടെത്തിയ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തിരുന്നു. ജനം, ഡൽഹി. ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയുടെ ഔദ്യോഗിക വസതിയിൽ നിന്ന് കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തി. വീട്ടിൽ തീപിടുത്തമുണ്ടായതിനെ തുടർന്നാണ് തീ അണയ്ക്കാനെത്തിയ ഫയർഫോഴ്സ് പോലീസ് ഉദ്യോഗസ്ഥർ പണം കണ്ടെത്തിയത്. ഇതേ തുടർന്ന് യശ്വന്ത് വർമ്മയെ സ്ഥലം മാറ്റാൻ സുപ്രീംകോടതി കൊളീജിയം ശുപാർശ ചെയ്തു. ലണ്ടനിലെ ഹീത്രൂ വിമാനത്താവളത്തിലെ വൈദ്യുതി മുടങ്ങിയ പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള സർവീസുകൾ എയർ ഇന്ത്യ ക്യാൻസൽ ചെയ്തു. വിമാനത്താവളത്തിലേക്ക് വൈദ്യുതി നൽകുന്ന സബ്സ്റ്റേഷനിലുണ്ടായ തീപിടുത്തത്തെ തുടർന്നാണ് പ്രതിസന്ധി ഉണ്ടായത്. വിമാനത്താവളത്തിന്റെ പ്രവർത്തനം 24 മണിക്കൂർ നിർത്തിവെച്ചതായി അധികൃതർ അറിയിച്ചിരുന്നു. ഇസ്രായേൽ ആഭ്യന്തര സുരക്ഷാ വിഭാഗം മേധാവിയെ പിരിച്ചുവിടാനൊരുങ്ങി ബെഞ്ചമിൻ നെതന്യാഹു. 2023 ഒക്ടോബർ 7-ന് നടന്ന ആക്രമണം പ്രതിരോധിക്കാൻ ആഭ്യന്തര സുരക്ഷാ വിഭാഗം മേധാവി റോണൻ ബാർ നടപടിയെടുത്തില്ലെന്ന ആരോപണമാണ് ഉയർന്നത്. അതേസമയം പുനർനിർമ്മാണ ഘട്ടത്തിൽ ഗാസയിൽ 5 ലക്ഷത്തോളം പേരെ ഈജിപ്തിലേക്ക് മാറ്റാമെന്ന് പ്രസിഡന്റ് അബ്ദുൽ ഫാത്ത അൽ സിസി ഖത്തറിനെ അറിയിച്ചതായും സൂചനയുണ്ട്. കടുത്ത ആരോപണങ്ങളാണ് ആഭ്യന്തര സുരക്ഷാ വിഭാഗം മേധാവി റോണൻ ബാറിനെതിരെ ഉയരുന്നത്. ഹമാസിന്റെ ആക്രമണ പദ്ധതി മുൻകൂട്ടി എറിഞ്ഞിട്ടും റോണൻ ബാർ നടപടി സ്വീകരിച്ചില്ല. 2023 ഒക്ടോബർ 7-ന് നടന്ന ആക്രമണത്തിൽ വൻതോതിലുണ്ടായ ജീവഹാനി തടയാനാവുന്നതായിരുന്നുവെന്നും ആരോപണമുണ്ട്. കടുത്ത പ്രതിഷേധം റോണൻ ബാറിനെതിരെ ഉയർന്നിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് റോണനെ പിരിച്ചുവിടുന്നതിനുള്ള അജണ്ടയുമായി മന്ത്രിസഭാ യോഗം ചേർന്നത്. യോഗത്തിൽ നടന്ന അന്തിമ തീരുമാനം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതേസമയം ഗാസയുടെ പുനർനിർമ്മാണ വേളയിൽ പ്രദേശവാസികളെ ഈജിപ്തിലേക്ക് കൊണ്ടുവരാൻ തയ്യാറാണെന്ന് പ്രസിഡന്റ് അബ്ദൽ ഫത്തേ അൽ സിസി അറിയിച്ചു. സീനായ് മേഖലയിലേക്ക് 5 ലക്ഷം പേരെ മാറ്റാമെന്ന നിലപാടാണ് അറിയിച്ചിരിക്കുന്നത്. ഗാസ സീനായ് അതിർത്തി ഇതിനുവേണ്ടി തുറക്കാമെന്നും പ്രസിഡന്റ് ഖത്തറിനെ അറിയിച്ചു. എന്നാൽ ഇക്കാര്യം ഔദ്യോഗികമായി ഈജിപ്ത് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. പാക് ഹൈക്കമ്മീഷന്റെ ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്ത മുതിർന്ന കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യർക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ജനരോഷം. ഡൽഹിയിൽ പാക് ഹൈക്കമ്മീഷൻ നടത്തിയ ഇഫ്താർ വിരുന്നിലാണ് മണിശങ്കർ അയ്യർ പങ്കെടുത്തത്. നേരത്തെയും പാക് അനുകൂല പരാമർശങ്ങളുമായി മണിശങ്കർ അയ്യർ വിവാദത്തിലായിരുന്നു. ഇന്നലെ രാത്രി ഡൽഹിയിലെ പാക് ഹൈക്കമ്മീഷനിൽ നടന്ന ഇഫ്താർ വിരുന്നിലാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് മണിശങ്കർ അയ്യർ പങ്കെടുത്തത്. മാർച്ച് 23-ന് പാകിസ്ഥാൻ നാഷണൽ ഡേക്ക് മുന്നോടിയായാണ് പാക് ഹൈക്കമ്മീഷൻ ഇഫ്താർ വിരുന്ന് ഒരുക്കിയത്. പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിൽ പോയ മണിശങ്കർ അയ്യർക്കെതിരെ കടുത്ത വിമർശനം നവമാധ്യമങ്ങളിൽ ഉയരുന്നു. മണിശങ്കർ അയ്യർ അടുത്ത ജന്മമെങ്കിലും പാകിസ്ഥാനിൽ ജനിക്കാൻ കഴിയട്ടെ എന്നാണ് നവമാധ്യമങ്ങളിലെ പരിഹാസം. അടുത്തിടെ മണിശങ്കർ അയ്യർ ഭാരതം പാകിസ്ഥാനുമായി നിർത്തിവെച്ചിരിക്കുന്ന നയതന്ത്ര ചർച്ചകൾ ഉടനടി പുനരാരംഭിക്കണം എന്ന അഭിപ്രായം മുന്നോട്ട് വെച്ചു.
പാകിസ്ഥാനെ ഇന്ത്യ ബഹുമാനിക്കണമെന്നും അവരുടെ കയ്യിൽ ആറ്റം ബോംബുണ്ടെന്നും മണിശങ്കർ അയ്യർ പറഞ്ഞിരുന്നു. ഈ വിവാദത്തിന് പിന്നാലെയാണ് പാക് ഹൈക്കമ്മീഷൻ സന്ദർശിച്ച് പുതിയ വിവാദം. ജനം, ഡൽഹി. BJP പ്രവർത്തകൻ മുഴുപ്പിലങ്ങാട്ടെ സൂരജ് വധക്കേസിൽ 1 മുതൽ 9 വരെയുള്ള പ്രതികൾ കുറ്റക്കാർ. ശിക്ഷ തിങ്കളാഴ്ച വിധിക്കും. 10ാം പ്രതിയെ വെറുതെ വിട്ടു. മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി PM മനോജിന്റെ സഹോദരൻ മനോരാജ് നാരായണൻ, TP വധക്കേസ് പ്രതി TK രജീഷ് ഉൾപ്പെടെ കുറ്റക്കാരാണ്. തലശ്ശേരി കോടതിയുടേതാണ് നടപടി. അതേസമയം ശിക്ഷ വിധിച്ചതിനു പിന്നാലെ രക്തസാക്ഷികൾ സിന്ദാബാദ് എന്ന ഫേസ്ബുക്ക് പോസ്റ്റുമായി മനോരാജ് നാരായണൻ. വിശദാംശങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, ആദ്യം ഈ കുറ്റക്കാരെന്ന് വിധിച്ചുകൊണ്ട് കോടതി വ്യക്തമാക്കിയത് എന്തൊക്കെയാണ്? ശിക്ഷ എപ്പോഴത്തേക്കായിരിക്കും? വീണ, കണ്ണൂർ മുഴപ്പിലങ്ങാട് BJP പ്രവർത്തകൻ സൂരജിനെ വെട്ടിക്കൊന്ന കേസിലാണ് 9 പ്രതികൾ കുറ്റക്കാരാണെന്ന് തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതി കണ്ടെത്തിയത്. മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി PM മനോജിന്റെ സഹോദരൻ മനോരാജ് നാരായണൻ, TP വധക്കേസ് പ്രതി TK രജീഷ് എന്നിവരടക്കം 9 പ്രതികൾ കുറ്റക്കാരാണെന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. പ്രതികളുടെ ശിക്ഷ തിങ്കളാഴ്ചയാണ് വിധിക്കുക. CPM പ്രവർത്തകരായ TK രജീഷ്, NV യോഗേഷ്, സഞ്ജിത്ത്, മനോരാജ് നാരായണൻ, സജീവൻ, പ്രഭാകരൻ, KV പത്മനാഭൻ, പ്രദീപൻ, രാധാകൃഷ്ണൻ എന്നീ പ്രതികളെയാണ് കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയത്. 10ാം പ്രതിയായ നാഗത്താൻകോട്ട പ്രകാശനെ കോടതി വെറുതെ വിട്ടിട്ടുണ്ട്. 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തു. 7 മുതൽ 9 വരെയുള്ള പ്രതികൾ ഗൂഢാലോചന കുറ്റവും തെളിഞ്ഞു. 11ാം പ്രതിയാണ് കൊല നടത്തിയവരെ ഒളിവിൽ താമസിക്കാൻ സഹായിച്ചത്. മാത്രമല്ല, ഈ TP വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട TK രജീഷും മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി PM മനോജിന്റെ സഹോദരൻ മനോരാജ് നാരായണനും ഈ സൂരജിന്റെ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തതായും കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവരെ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തത്. ശിക്ഷാവിധി ഈ ശിക്ഷ കുറ്റക്കാരെ കണ്ടെത്തിയതിന് പിന്നാലെ ശിക്ഷയിൽ ഇളവ് വേണമെന്നൊരു ആവശ്യമാണ് 6ാം പ്രതിയും 7ാം പ്രതിയും ആവശ്യപ്പെട്ടത്. അതേസമയം ഈ ഒരു വിധി വന്നതിന് തൊട്ട് പിന്നാലെ തന്നെ ഈ കേസിലെ പ്രതിയും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ PM മനോജിന്റെ സഹോദരൻ കൂടിയായ മനോരാജ് നാരായണൻ രക്തസാക്ഷികൾ സിന്ദാബാദ് എന്ന കുറിപ്പ് ഫേസ്ബുക്കിൽ ഇട്ടുകൊണ്ടാണ് ഇതിനൊരു പ്രതികരിച്ചത്. അതേസമയം CPMന്റെ കൊലപാതക രാഷ്ട്രീയത്തിനേറ്റ ശക്തമായ തിരിച്ചടിയാണ് ഈ കോടതിയുടെ ഈ വിധി എന്നൊരു വിലയിരുത്തലാണ് പൊതുവെ ഉള്ളത്. വീണ. ഓക്കെ, ശരി മിഥുൻ. സംസ്ഥാനത്തെ അൾട്രാ വയലറ്റ് വികിരണ തോതിൽ വൻ വർധന. വിവിധ ജില്ലകളിൽ ഇന്നും റെഡ് അലേർട്ടിന് സാധ്യതയുണ്ട്. ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഉയർന്ന തോതുള്ളതിനാൽ ഓറഞ്ച് അലേർട്ട് തുടരുകയാണ്. PFI STPI ബന്ധത്തിൽ കൂടുതൽ STPI നേതാക്കൾ നിരീക്ഷണത്തിൽ. നേതാക്കളുടെ മുൻ സാമ്പത്തിക ഇടപാടുകൾ, ധനസമാഹരണങ്ങൾ എന്നിവയിൽ EDയും വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. PFI STPI കള്ളപ്പണ കേസുകളിൽ സംസ്ഥാനത്ത് ED നടത്തിയ തുടർച്ചയായ റെയ്ഡുകളിൽ നിർണായക രേഖകൾ കണ്ടെടുത്തിട്ടുണ്ട്. PFIയുടെ രാഷ്ട്രീയ മുഖം തന്നെയാണ് STPI എന്നും സ്ഥാനാർത്ഥി നിർണയം, ഫണ്ട് ശേഖരണം എന്നിവയിലെല്ലാം PFI ഇടപെട്ടിരുന്നുവെന്നും PFI STPI ബന്ധത്തിന് വ്യക്തമായ തെളിവുണ്ടെന്നും ED കണ്ടെത്തിയിരുന്നു. നേരത്തെ നടത്തിയ റെയ്ഡുകളിലായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ പിടിച്ചെടുത്തത്. STPIയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടിംഗ് നടത്തിയതും PFI ആണ്. ഇതിലുൾപ്പെട്ട STPI നേതാക്കളും മുൻ PFI നേതാക്കളുമാണ് EDയുടെയും വിവിധ രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെയും നിരീക്ഷണത്തിലുള്ളത്. കള്ളപ്പണക്കേസിൽ STPI ദേശീയ അധ്യക്ഷൻ MK ഫൈസിയുടെ അറസ്റ്റിന് പിന്നാലെ മാർച്ച് ആദിവാരം രാജ്യവ്യാപകമായി 12 ഇടങ്ങളിലെ STPI ഓഫീസുകളിൽ റെയ്ഡ് നടന്നിരുന്നു. തുടർച്ചയായി ഇന്നലെ പാലക്കാടും കോട്ടയത്തും റെയ്ഡുകൾ നടന്നിരുന്നു. സുപ്രധാന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ STPIക്കെതിരെയും കടുത്ത നടപടികളിലേക്കാണ് വിവിധ അന്വേഷണ ഏജൻസികൾ കടക്കുന്നത്. STPIയുടെ സാമ്പത്തിക ഇടപാടുകളും ഫണ്ട് ശേഖരണവും നിയന്ത്രിച്ചിരുന്ന നേതാക്കളെയാണ് ഇപ്പോൾ നിരീക്ഷണത്തിലാക്കിയിരിക്കുന്നത്. നേരത്തെ PFIക്ക് വന്നിരുന്ന ഫണ്ടുകൾ STPIക്ക് മാറ്റുമ്പോൾ അത് കൈകാര്യം ചെയ്തിരുന്നതും ഇതിൽ ചില നേതാക്കളായിരുന്നു. ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി. പാലക്കാട് ഷൊർണൂരിൽ സിമന്റ് കടയ്ക്ക് മുന്നിൽ പന്തൽ കെട്ടി CITU സമരം. കുളപ്പുള്ളിയിലെ ജയപ്രകാശ് എന്നയാളുടെ കടയ്ക്ക് മുന്നിലാണ് സമരം. സിമന്റ് ചാക്കുകളുടെ കയറ്റിറക്ക് എളുപ്പമാക്കാൻ യന്ത്രം സ്ഥാപിച്ചതിന് പിന്നാലെയാണ് 6 CITU ചുമട്ടുതൊഴിലാളികൾ സ്ഥാപനത്തിലെത്തി പ്രശ്നമുണ്ടാക്കിയത്. ഞാനിപ്പോൾ ഇവര് 3 ദിവസം മുമ്പാണ് ഇപ്പോൾ ഒരു ലോഡ് വന്നപ്പോൾ ഒരു CIT യൂണിയൻകാർ വന്നിട്ട് തടയുകയും അതിനുശേഷം 3 ദിവസമായിട്ട് ഇപ്പോൾ ഒരു കടയുടെ മുമ്പിൽ ഒരു പന്തൽ കെട്ടിയിട്ട് ഇരുന്ന് സമരം ചെയ്യുകയാണ്. അപ്പോൾ വാഹനങ്ങൾക്ക് വന്നിട്ട് ഇവിടെ സാധനങ്ങൾ എടുക്കാൻ തടസ്സമുണ്ട്. ഇവരെ പേടിച്ചിട്ട് വാഹനങ്ങൾ വരുന്നില്ല. പലതും അവിടുന്ന് വിളിച്ച് ചോദിച്ചിട്ട് ഇവിടെ എന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ട് അവർ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ വെച്ചിട്ട് പല വണ്ടിക്കാരും വരുന്നില്ല. പിന്നെ ഇവരെ കൊണ്ട് പല രീതിയിലും ബുദ്ധിമുട്ട് തന്നെയാണ്. കട നടത്തി കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടാണ്.
വൃത്തി കോൺക്ലേവ് തദ്ദേശ സ്ഥാപനങ്ങൾ നിർബന്ധമായും പണം അനുവദിക്കണമെന്ന് തിട്ടൂരമിറക്കി സംസ്ഥാന സർക്കാർ. പണം കൈമാറുന്നതിനുള്ള ജിയോ പ്രോജക്റ്റ് തദ്ദേശ സ്ഥാപനങ്ങൾ ഏറ്റെടുക്കണമെന്ന് ഉത്തരവ്. തദ്ദേശ സ്ഥാപനങ്ങളിലെ വിവിധ ഫണ്ടുകളിൽ നിന്ന് സർക്കാർ കൈയിട്ട് വരുന്നത് 8 കോടിയിലധികം രൂപ. ജനം ബ്രേക്കിംഗ്. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് കൈവരിച്ച നേട്ടങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും പൊതുസമൂഹത്തിന്റെ മുൻപിൽ ഉയർത്തിക്കാട്ടുന്നതിന് വേണ്ടിയാണ് ഏപ്രിലിൽ സർക്കാർ വൃത്തി കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. ഇതിനായി തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ടിൽ സർക്കാർ കൈയിട്ട് വാരുന്ന കാര്യം ജനം TV നേരത്തെ പുറത്തുവിട്ടിരുന്നു. വിമർശനങ്ങൾ ഉയർന്നിട്ടും നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് വ്യക്തമാക്കുകയാണ് സർക്കാർ പുതിയ ഉത്തരവിലൂടെ. പണം കൈമാറുന്നതിനുള്ള ജിയോ പ്രോജക്റ്റ് തദ്ദേശ സ്ഥാപനങ്ങൾ ഏറ്റെടുക്കണമെന്നതാണ് പുതിയ തിട്ടൂരം. തനത് ഫണ്ടിൽ നിന്നോ പ്ലാൻ ഫണ്ടിൽ നിന്നോ 15ാം ധനകാര്യ കമ്മീഷൻ ഗ്രാന്റിൽ നിന്നോ തുക കണ്ടെത്താനാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള നിർദ്ദേശം. പണം ശുചിത്വ മിഷന്റെ അക്കൗണ്ടിലും നിക്ഷേപിക്കണം. സംസ്ഥാനത്തെ 1200 തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും 8 കോടിയിലധികം രൂപയാണ് സർക്കാർ പിരിച്ചെടുക്കുക. ആശുപത്രി മാലിന്യം തമിഴ്നാട്ടിൽ കൊണ്ട് തള്ളിയതിൽ ദേശീയ ഹരിത ട്രൈബ്യൂണലടക്കം കണക്കിന് വിമർശിച്ചതിന്റെ ചൂട് മാറും മുമ്പാണ് മാലിന്യ സംസ്കരണത്തിലെ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടാൻ വേണ്ടി സംസ്ഥാന സർക്കാർ കോൺക്ലേവ് നടത്തുന്നത്. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം. സംസ്ഥാന സർക്കാരിന്റെ പൊതുമേഖലാ സ്ഥാപനമായ കൊല്ലം ചവറ KMML താൽക്കാലിക ജീവനക്കാർ സമരത്തിൽ. 14 വർഷം ജോലി ചെയ്തിട്ടും സ്ഥിര നിയമനത്തിന് മാനേജ്മെന്റ് തീരുമാനമെടുക്കുന്നില്ല എന്നാണ് പരാതി. ഇതോടെ രാപ്പകൽ സമരത്തിലേക്ക് ജീവനക്കാർ നീങ്ങുകയായിരുന്നു. KMML 14 വർഷമായി ജോലി ചെയ്യുന്ന DCW തൊഴിലാളികളാണ് സമരത്തിലുള്ളത്. 24 മണിക്കൂർ പണിമുടക്ക് നടത്തിയായിരുന്നു പ്രതിഷേധം. ഇതിനിടെ മാനേജ്മെന്റിന്റെ വാഹനം തടഞ്ഞ തൊഴിലാളികൾക്ക് നേരെ പോലീസ് ലാത്തി വീശി. വ്യവസായ മന്ത്രി ഉൾപ്പെടെയുള്ളവർ തൊഴിലാളി യൂണിയനുകളുമായി നേരത്തെ ചർച്ച നടത്തിയിരുന്നു. യോഗ്യതയുള്ളവർ നിരവധിയുണ്ടെങ്കിലും സ്ഥിര നിയമനത്തിന് മാനേജ്മെന്റ് തീരുമാനമെടുക്കുന്നില്ല എന്നാണ് പരാതി. തൊഴിൽ സ്ഥിരത സ്വപ്നം കണ്ട് ഞങ്ങൾ കഴിഞ്ഞ 9 മാസക്കാലമായി സമരം ചെയ്യുകയാണ്. 6 മാസങ്ങൾക്ക് മുൻപ് ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി വിളിച്ച മന്ത്രിതല മീറ്റിംഗിൽ ട്രേഡ് യൂണിയനുകളും മാനേജ്മെന്റുകളും പങ്കെടുത്ത മന്ത്രിതല മീറ്റിംഗിൽ വ്യവസായ വകുപ്പ് മന്ത്രി നിർദ്ദേശിച്ച കാര്യങ്ങൾ പോലും നടപ്പിലാക്കുവാൻ ഇവിടെ മാനേജ്മെന്റ് തയ്യാറായിട്ടില്ല. മന്ത്രി നിർദ്ദേശിച്ച മിനിറ്റ്സിൽ വന്നിട്ട് പോലും ആ മിനിറ്റ് തട്ടിമറിച്ച മാനേജ്മെന്റിന്റെ അനീതിക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞങ്ങൾ DCW തൊഴിലാളികൾ ഇന്ന് 24 മണിക്കൂർ ഈ പണിമുടക്ക് സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. താൽക്കാലിക ജീവനക്കാർക്കും ആനുകൂല്യങ്ങൾ നൽകാമെന്ന് നേരത്തെ ധാരണ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് അത് നടന്നില്ല. വിവിധ യൂണിയനുകളിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾ ഒരുമിച്ചാണ് സമരത്തിന് നേതൃത്വം നൽകുന്നത്. തൊഴിലാളികൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ അംഗീകരിക്കാൻ മാനേജ്മെന്റ് തയ്യാറായില്ലെങ്കിൽ ഇനിയും ശക്തമായ സമരത്തിലേക്ക് നീങ്ങാനാണ് യൂണിയനുകളുടെ തീരുമാനം. ജനം, കൊല്ലം. ജോസഫ് മാർ ഗ്രിഗോറിയോസിനെ കാത്തോലിക്കയായി വാഴിക്കുന്ന ചടങ്ങിൽ സർക്കാർ പ്രതിനിധി സംഘത്തിന് പങ്കെടുക്കാം. സർക്കാർ പ്രതിനിധി സംഘത്തെ അയക്കുന്നത് തടയണമെന്ന ആവശ്യത്തിൽ ഇടപെടാൻ ഹൈക്കോടതി വിസമ്മതിച്ചു. കോടതി ഇടപെടേണ്ട വിഷയമല്ല ഇതെന്ന് വ്യക്തമാക്കിയാണ് ഹൈക്കോടതി നടപടി. ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് വിഷയം പരിഗണിച്ചത്. പ്രതിനിധി സംഘത്തെ അയക്കുന്നത് സുപ്രീം കോടതി ഉത്തരവുകൾക്ക് വിരുദ്ധമല്ലെന്ന് സർക്കാർ നേരത്തെ അറിയിച്ചിരുന്നു. പേശീഘടന മനസ്സിലാക്കി കായിക താരങ്ങൾക്ക് അനുയോജ്യമായ കായിക ഇനം തിരഞ്ഞെടുക്കാനാകുമോ? ഇത് സാധ്യമാണെന്നാണ് ഉത്തരം. പഠനത്തിൽ വിപ്ലവമായി മാറുന്ന ഗവേഷണ സംഘത്തിൽ ഉൾപ്പെട്ടിരിക്കുകയാണ് പത്തനംതിട്ട മുരളി സ്വദേശിനി രമ്യ ആർ നായർ. ചെലവ് കുറഞ്ഞതും എളുപ്പം ചെയ്യാനാവുന്നതുമായ പുതിയ സാങ്കേതിക വിദ്യയുടെ വിശേഷങ്ങൾ അറിയാം. ശരീരത്തിൽ മുറിവുണ്ടാക്കി ശേഖരിക്കുന്ന പേശീഭാഗം ബയോപ്സിക്ക് അയച്ച് പേശീഘടന മനസ്സിലാക്കുന്ന രീതിയാണ് നിലവിൽ അവലംബിക്കുന്നത്. ചെലവേറിയതും കാലതാമസമെടുക്കുന്ന ഈ രീതി പൊതുവെ ആരും സ്വീകരിക്കാറില്ല. ഇതിൽ നിന്ന് വ്യത്യസ്തമായി തൊലിപ്പുറത്തു നിന്ന് സ്വീകരിക്കുന്ന ഇലക്ട്രിക് സിഗ്നലുകളുടെ വ്യതിയാനങ്ങളുടെ അടിസ്ഥാനത്തിൽ പേശീഘടന മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നതാണ് ഗവേഷകർ കണ്ടെത്തിയ പുതിയ സാങ്കേതികവിദ്യ. പാലക്കാട് NSS എഞ്ചിനീയറിംഗ് കോളേജിലെ ഗവേഷകർ കണ്ടെത്തിയ ഈ സാങ്കേതികവിദ്യയ്ക്ക് പേറ്റന്റും ലഭിച്ചു. പത്തനംതിട്ട മുരണിക സ്വദേശിനി രമ്യ ആർ നായർ ഉൾപ്പെടുന്ന സംഘമാണ് ഏറെ നിർണായകമായ പുത്തൻ സാങ്കേതികവിദ്യ വികസിപ്പിച്ചെടുത്തത്. ഒരു വളരെ റിയലബിൾ ആയിട്ടുള്ള കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡ് മസിൽ ഫൈബർ ടേപ്പ് അനാലിസിസിന് കൊണ്ടുവരിക എന്ന ഡോക്ടർ വേണുഗോപാൽജിയുടെ അദ്ദേഹം NSS എഞ്ചിനീയറിംഗ് കോളേജ് പാലക്കാടിലെ പ്രൊഫസറാണ്. അദ്ദേഹത്തിന്റെ ഒരു ചിന്തയിൽ നിന്നാണ് ഈ ഒരു റിസർച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സർഫസ് ഇലക്ട്രോമയോഗ്രഫി എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ് മസിൽ ഫൈബർ ടേപ്പ് അനാലിസിസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു റിസർച്ച്.
കോളേജിലെ ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ് വകുപ്പ് പ്രൊഫസർ ജി വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഗവേഷണത്തിന് IIT മദ്രാസിലെ പ്രൊഫസർ S രാമകൃഷ്ണൻ പിന്തുണ നൽകി. രമ്യ ആർ നായർ കൂടാതെ ഗവേഷണ വിദ്യാർത്ഥി ദിവ്യ ശശിധരനും ഗവേഷണ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. രാജ്യത്തിന് അഭിമാനിക്കാവുന്ന പുത്തൻ സാങ്കേതിക വിദ്യ വികസിപ്പിച്ച രമ്യ ആർ നായർക്ക് മുരണിയിൽ നാടിന്റെ അനുമോദനവും നൽകി. ജനം, പത്തനംതിട്ട. പ്രൈവറ്റ് ബസ്സുകളുടെ മത്സരയോട്ടം സർക്കാർ കർശനമായി നിയന്ത്രിക്കുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. സർക്കാരിന്റെ എൻഫോഴ്സ്മെന്റ് കൂടുതൽ ശക്തമാക്കും. കണ്ണൂർ, കോഴിക്കോട്, കൊച്ചി, തൃശൂർ ജില്ലകളിലെ സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടമാണെന്നും മന്ത്രി പറഞ്ഞു. മോട്ടോർ വാഹന വകുപ്പിന്റെയും പോലീസിന്റെയും സംയുക്തമായ ഇടപെടലിൽ സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം നിയന്ത്രിക്കുമെന്നും മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. നമ്മൾ കാണുന്ന അപകടകരമായ അദ്ദേഹം കൂടി പ്രതിദാനം ചെയ്യുന്ന കോഴിക്കോട്, കണ്ണൂർ, കോഴിക്കോട്, കൊച്ചി, തൃശ്ശൂർ ഈ സ്ഥലങ്ങളിലെ പ്രൈവറ്റ് ബസ്സിൻ്റെ മത്സര ഓട്ടം കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ മരണം ഉണ്ടാക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അടിയന്തരമായി അവിടുത്തെ പോലീസ് കമ്മീഷണർമാരുമായി ട്രാൻസ്പോർട്ടിലെ ഉദ്യോഗസ്ഥരും ഞാനൊരു ഓൺലൈൻ മീറ്റിംഗ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ മീറ്റിങ്ങിനോടുകൂടി കർശനമായ നിലപാടെടുക്കുകയും ഇത്തരം അപകടകരമായി വണ്ടി ഓടിക്കുന്ന പ്രൈവറ്റ് ബസ്സുകാരെ ഈ മത്സര ഓട്ടം നിയന്ത്രിക്കാനുള്ള കർശന നടപടി സർക്കാർ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് പോലീസ് വകുപ്പിൻ്റെയും മോട്ടോർ വകുപ്പിൻ്റെയും സഹകരണത്തോടെയായിരിക്കും ഈ പ്രധാനമായി ഈ 3 സ്ഥലങ്ങളിലാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. RSS അഖില ഭാരതീയ പ്രതിനിധി സഭയ്ക്ക് ബംഗളൂരുവിൽ തുടക്കമായി. സംഘത്തിന്റെ പ്രവർത്തനങ്ങളും അത് സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കരണങ്ങളും പ്രതിനിധി സഭയിൽ വിശദമായി ചർച്ച ചെയ്യുമെന്ന് RSS സഹകാര്യവാഹ് CR മുകുന്ദ് പറഞ്ഞു. ത്രിഭാഷാ വിവാദത്തിനും അദ്ദേഹം മറുപടി നൽകി. മാതൃഭാഷ പ്രാഥമിക ഭാഷയായിരിക്കണം, എന്നാൽ ഇതിനു പുറമെ പ്രാദേശിക ഭാഷയും ജോലിക്ക് ആവശ്യമായ ഭാഷയും പഠിക്കേണ്ടതാണെന്ന് അദ്ദേഹം പറഞ്ഞു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളോട് വിവേചനമുണ്ടെന്ന ആരോപണം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. Other than this, there are many things, as I said, mostly politically motivated when it comes to, for example, having the symbol of rupee or in a local language or about language. So these things could be addressed not by political leaders, I would say. Social leaders have to come together, social groups have to come together. It's not good for the country to quarrel among ourselves. Matrubhasha mein not only for education, RSS prefers all our daily things has to be done by Matrubhasha, mother tongue. So when RSS has not passed resolution about what should be 3 language or 2 language system or anything, but about Matrubhasha, mother tongue, we have passed a resolution earlier. I would say every person, not only in school system, in the society also, we have to learn multiple languages. One is our mother tongue. Another would be the regional language, or I would say market language, where we live. If I live in Tamil Nadu, I have to learn Tamil. If I live in Delhi, I have to learn Hindi, because I have to converse with the local people or the market. ബുക്കിംഗിൽ റെക്കോർഡ് സ്വന്തമാക്കി എമ്പുരാൻ. മണിക്കൂറിൽ 1,00,000-ലധികം പേരാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ലിയോയെയും പുഷ്പയെയും മറികടന്നാണ് എമ്പുരാന്റെ ബുക്കിംഗ് മുന്നേറുന്നത്. ഇന്ന് രാവിലെ 9 മണിക്ക് ആരംഭിച്ച 1 മണിക്കൂറിനിടെ 28,000-ലേറെ ടിക്കറ്റുകളാണ് വിറ്റഴിഞ്ഞത്. എക്സിലും ട്രെൻഡിംഗ് ആവുകയാണ് എമ്പുരാൻ. വിശദാംശങ്ങളുമായി വിഷ്ണു ആനാട് ചെയ്യുന്നു. വിഷ്ണു, എല്ലാ റെക്കോർഡുകളിലേക്കും തുടക്കം എന്ന രീതിയിൽ കാണാമോ ഇതിനെ? യെസ്, വീണ സൂചിപ്പിച്ചതുപോലെ ഇപ്പം നാട് എങ്ങും എമ്പുരാൻ്റെ ചർച്ചകളിലേക്കാണ്. പ്രത്യേകിച്ചും നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് എമ്പുരാൻ്റെ ട്രെയിലർ വന്നത്. അതിനുശേഷം വളരെ വലിയൊരു ആഘോഷമാണ് സിനിമാ പ്രേമികൾ, പ്രത്യേകിച്ചും ലാലേട്ടൻ്റെ ആരാധകർ ആ ഒരു സിനിമയെ ആഘോഷമാക്കി മാറ്റുന്നത്. എമ്പുരാൻ്റെ വരവിനെ അത്രത്തോളം ഒരു ആവേശമാക്കി മാറ്റുകയാണ്. അതിനിടയിലാണ് ഇന്ന് രാവിലെ മുതൽ സിനിമയുടെ ടിക്കറ്റുകൾ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത്, ഈ ബുക്കിംഗ് തുടങ്ങിയ ആ ഒരു സമയം മുതൽ തന്നെ അത് പെട്ടെന്ന് വിറ്റുപോകുന്നു, അല്ലെങ്കിൽ ആ ഒരു ബുക്കിങ്ങുകളുടെ എണ്ണം കൂടുന്നു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മണിക്കൂറിൽ 28,000-ലധികം ടിക്കറ്റുകൾ ബുക്ക് മൈ ഷോയിലൂടെയും ഒക്കെ തന്നെയും വിറ്റുപോയിരിക്കുന്നു. ഒപ്പം അത് കൂടുതലായി മാറുന്ന ഒരു കാര്യമാണുള്ളത്. സംഖ്യകൾ മാറുകയാണ്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുറച്ച് കാലങ്ങൾക്ക് മുൻപ് ഇറങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളായ ലിയോ അല്ലെങ്കിൽ പുഷ്പ പോലുള്ള ബിഗ് ബഡ്ജറ്റ് സിനിമകൾക്കൊക്കെ തന്നെയും അതിനേക്കാളും മികച്ച ഒരു മുന്നേറ്റമാണ് ഈ ബുക്കിങ്ങിൽ ഇപ്പോൾ എമ്പുരാന് ഉണ്ടായിരിക്കുന്നത്. അത്രത്തോളം ഒരു ആവേശമാണ് ഇപ്പോൾ എമ്പുരാൻ്റെ വരവിനെ ആൾക്കാർ
ആരാധകർ ഏറെ സ്വീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ ദിവസം എമ്പുരാൻ്റെ ട്രെയിലർ പുറത്തിറങ്ങിയിരുന്നു. വളരെ മികച്ച പ്രതികരണം ആ ട്രെയിലറിന് കിട്ടി. ഒപ്പം ഇപ്പോഴും അത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെയും മോഹൻലാൽ ആരാധകരും സിനിമാ പ്രേമികളൊക്കെ തന്നെയും നെഞ്ചേറ്റുന്ന ഒരു ഇതായി മാറി. ആ ഒരു എമ്പുരാൻ്റെ വരവിനെ വളരെയധികം ആഘോഷമാക്കി മാറ്റുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ എല്ലായിടത്തും ഉള്ളത്. ഒപ്പം നമുക്കറിയാം പാൻ ഇന്ത്യൻ ലെവലിലാണ് ചിത്രം മാർച്ച് 27-ന് റിലീസിനെത്തുന്നത്. മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെയും ഈ ടിക്കറ്റുകൾ വേഗത്തിൽ വിറ്റുപോകുന്ന കാര്യമാണുള്ളത്. ഇന്ന് രാവിലെ മുതലാണ് ബുക്കിംഗ് ആരംഭിച്ചത്. ഇനിയും നിരവധി ടിക്കറ്റുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ ബുക്കിങ്ങുകളുടെ എണ്ണം ഇനിയും വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. മിക്കവാറും ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ഒരാഴ്ച സമയത്തേക്കുള്ള ടിക്കറ്റുകൾ പൂർണ്ണമായും നേരത്തെ തന്നെ വിറ്റുപോകുമെന്നുള്ളൊരു സൂചനയാണുള്ളത്. ഒപ്പം എടുത്തു പറയേണ്ടത് ഇപ്പോൾ ട്വിറ്ററിലടക്കം എക്സിലടക്കം വളരെയധികം ട്രെൻഡിങ് ആണ് എമ്പുരാൻ്റെ ഓരോ അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോഴും അതൊക്കെ തന്നെയും ആവേശത്തോടെയാണ് പ്രേക്ഷകർ സ്വീകരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ എമ്പുരാൻ്റെ ട്രെയിലറിൽ നിന്ന് തുടങ്ങി ചർച്ചകൾ ഇനിയും തീരുന്നില്ല. ചർച്ചകൾ ഇനിയും മുന്നോട്ട് പോവുകയാണ്. കാരണം നമുക്കറിയാം ട്രെയിലറിൽ ചില സസ്പെൻസുകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. സിനിമയിൽ മൊത്തം തന്നെ ആ സസ്പെൻസുകളുണ്ട്, ട്വിസ്റ്റുകളുണ്ട്. ഒപ്പം ആ ഒരു ആകാംക്ഷയിലാണ് പ്രേക്ഷകരുള്ളത്. അത്രത്തോളം ആണ് തങ്ങൾ കാത്തിരുന്ന അല്ലെങ്കിൽ തങ്ങൾ വിചാരിച്ചതിനേക്കാളും അപ്പുറമായിരിക്കുമോ അല്ലെങ്കിൽ ആ ട്വിസ്റ്റുകൾ അല്ലെങ്കിൽ ആ ഒരു സസ്പെൻസുകൾ എന്തൊക്കെ എന്നറിയാൻ അത്രത്തോളം ഒരു ആകാംക്ഷയുണ്ട് ആരാധകരിൽ. ആ ഒരു ആകാംക്ഷ തന്നെയാണ് ഇപ്പോൾ ആവേശമായി അത് മാറുന്നത്. വീണ. ശരി വിഷ്ണു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കാത്ത് ലാബ് പണിമുടക്കി 10 മാസം പിന്നിടുമ്പോഴും നടപടിയില്ല. 18ഉം 20ഉം ആൻജിയോപ്ലാസ്റ്റികളാണ് മെഡിക്കൽ കോളേജിൽ പ്രതിദിനം ചെയ്യേണ്ടി വരുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയാണ് പുതിയ കാത്ത് ലാബ് സ്ഥാപിക്കാത്തതിന് കാരണമായി അധികൃതർ പറയുന്നത്. പ്രതിദിനം 100 കണക്കിന് ഹൃദ്രോഗികളെത്തുന്ന മെഡിക്കൽ കോളേജിലെ കാത്ത് ലാബ് പണിമുടക്കിയിട്ട് മാസങ്ങളായി. 2 കാത്ത് ലാബുകളുള്ള തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരെണ്ണം പ്രവർത്തനരഹിതമായിട്ട് 10 മാസമായിട്ടും അത് മാറ്റിവെക്കാനോ പുതിയത് വാങ്ങാനോ അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് പരാതി. KHRWSന്റെ കീഴിലാണ് കാത്ത് ലാബ് പ്രവർത്തിക്കുന്നത്. 18ഉം 20ഉം ആൻജിയോപ്ലാസ്റ്റികളാണ് മെഡിക്കൽ കോളേജിൽ പ്രതിദിനം ചെയ്യേണ്ടി വരിക. ഒരാളിന് കുറഞ്ഞത് 1 മണിക്കൂർ ആവശ്യമാണ്. ഒരു മെഷീൻ തകരാറിലായാൽ ഇതിൽ പകുതി പേർക്ക് മാത്രമേ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ സാധിക്കൂ. OPയിൽ രോഗികളെ നോക്കുന്ന ഡോക്ടർ തന്നെ കാത്ത് ലാബ് ഡ്യൂട്ടിയും ചെയ്യണമെന്നതിനാൽ രോഗികൾക്ക് കൂടുതൽ സമയമെടുക്കും. ബാക്കിയുള്ളവർക്ക് പിന്നീടുള്ള തീയതി നൽകി മടക്കി അയക്കുകയാണ് പതിവ്. പണമുള്ളവർ സമീപത്തെ സ്വകാര്യ ആശുപത്രികളെ സമീപിക്കുമെന്ന് രോഗികൾ പറയുന്നു. അല്ലാത്തവർ ചിലപ്പോൾ രോഗം ഗുരുതരമായി മരണത്തിന് കീഴടങ്ങേണ്ട സാഹചര്യമുണ്ടാകും. 2 മാസം മുൻപ് പുതിയ കാത്ത് ലാബ് വാങ്ങുന്നതിന് തീരുമാനമായെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല. സാധാരണക്കാരായ രോഗികൾക്ക് കുറഞ്ഞ ചിലവിൽ ഹൃദ്രോഗ ചികിത്സ നടത്താൻ അവസരം നിഷേധിക്കുകയാണെന്നാണ് ഉയരുന്ന ആക്ഷേപം. ജനം, തിരുവനന്തപുരം. വീടുള്ള ഭൂമികൾ ജപ്തി ചെയ്യില്ല എന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം പ്രഹസനമെന്ന ജനം TV വാർത്ത ശരിവച്ച് കേരള ബാങ്ക് നടപടി. കാസർഗോഡ് നീലേശ്വരത്തെ നിർധന കുടുംബത്തെ വീട്ടിൽ നിന്ന് ഇറക്കിവിട്ട ക്രൂരതയിൽ കണ്ണടച്ച് സർക്കാർ. പ്രഖ്യാപനത്തെക്കുറിച്ചുള്ള വിവരാവകാശ അപേക്ഷയിൽ മറുപടി നൽകാതെ സഹകരണ വകുപ്പും ഒഴിഞ്ഞുമാറിയിരുന്നു. സർഫാസി നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കുമ്പോൾ സഹകരണ ബാങ്കുകൾ വീട് ജപ്തി ചെയ്തിരുന്ന മുഖ്യമന്ത്രിയുടെ നിയമസഭാ പ്രഖ്യാപനം സംബന്ധിച്ച ആശയക്കുഴപ്പങ്ങളും തുടർ നടപടികളില്ലാത്തതും ജനം TV വാർത്തയാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം കാസർഗോഡ് നീലേശ്വരത്ത് വയോധികയും കൈക്കുഞ്ഞുമടങ്ങുന്ന കുടുംബത്തിന്റെ വീട് കേരള ബാങ്ക് പൂട്ടി സീൽ ചെയ്തത്. ജപ്തി പാടില്ലെന്ന് സഹകരണ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകുമെന്ന് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം വന്നതല്ലാതെ വിഷയത്തിൽ ഉത്തരവുകളൊന്നും സർക്കാർ പുറപ്പെടുവിച്ചിരുന്നില്ല. നിർധന കുടുംബത്തെ വീട്ടിൽ നിന്ന് ഇറക്കിവിട്ട സംഭവത്തിലെ സർക്കാരിന്റെ മൗനം മുഖ്യമന്ത്രിയുടെ പ്രസംഗം പ്രഹസനം മാത്രമെന്ന ജനം TV വാർത്ത ശരിവയ്ക്കുന്നതാണ്. മുഖ്യമന്ത്രി സഭയിൽ പ്രസംഗിച്ചു എന്നതിനപ്പുറം വിഷയത്തിൽ ഒരു തുടർ നടപടിയും സർക്കാർ സ്വീകരിച്ചിട്ടില്ലെന്നതിന് തെളിവായി വിവരാവകാശ അപേക്ഷയിൽ സഹകരണ വകുപ്പ് നടത്തുന്ന ഒളിച്ചുകളി ജനം TV പുറത്തുവിട്ടിരുന്നു. മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവുകൾ നൽകിയിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അതിന്റെ പകർപ്പ് ലഭ്യമാക്കാമോ തുടങ്ങിയ ചോദ്യങ്ങളും ആവശ്യങ്ങളും വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്നവയല്ലെന്നാണ് സഹകരണ വകുപ്പിന്റെ നിലപാട്. ജപ്തി ഒഴിവാക്കി നൽകുമ്പോൾ വരുന്ന സാമ്പത്തിക ബാധ്യത എങ്ങനെ നികത്തുമെന്നതടക്കമുള്ള കാര്യത്തിൽ വ്യക്തതയില്ലാത്തതിനാൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം സഹകരണ ബാങ്കുകളും അവഗണിക്കുകയാണ്. ജനം, തിരുവനന്തപുരം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലയ്ക്ക് മുൻപ് യൂട്യൂബിൽ മരിക്കുന്നതുമായി ബന്ധപ്പെട്ട വീഡിയോ കണ്ടുവെന്ന് അഫാന്റെ മൊഴി. ദൃശ്യങ്ങൾ ഉമ്മ ഷെമിയെയും കാണിച്ചിട്ടുണ്ടായിരുന്നുവെന്ന് പോലീസിനോട് അഫാൻ വെളിപ്പെടുത്തി. ഉമ്മ ഷെമിയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യും. എറണാകുളം കുറുപ്പുംപടിയിൽ സഹോദരങ്ങൾ പീഡനത്തിന് ഇരയായ കേസിൽ അമ്മയെ പ്രതി ചേർത്തേക്കും. പെൺകുട്ടികളുടെ രഹസ്യമൊഴി മജിസ്ട്രേറ്റ് കോടതിയിൽ രേഖപ്പെടുത്തിയിരുന്നു. ഇതിന്റെ പകർപ്പ് പോലീസിന് ലഭിച്ചു. രഹസ്യമൊഴി കൂടി പരിശോധിച്ച ശേഷം അമ്മയെയും പ്രതി ചേർക്കും. 10ഉം 12ഉം വയസ്സുള്ള പെൺകുട്ടികളെയാണ് കുട്ടികളുടെ അമ്മയുടെ സുഹൃത്ത് ധനേഷ് 2 വർഷത്തോളമായി പീഡിപ്പിച്ചത്. ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. പ്രതിയുടെ മൊഴിയും അമ്മയ്ക്കെതിരാണ്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി പീഡന വിവരം അമ്മയ്ക്കും അറിയാമായിരുന്നു എന്നാണ് മൊഴി.
ശിശുക്ഷേമ സമിതിയുടെ അഭയകേന്ദ്രത്തിലാണ് പെൺകുട്ടികൾ ഇപ്പോഴുള്ളത്. കുട്ടികളുടെ അച്ഛൻ 2 വർഷം മുൻപ് മരിച്ചിരുന്നു. അച്ഛനെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് വന്നിരുന്ന അയ്യമ്പുഴ സ്വദേശി ധനേഷ് സ്ത്രീയുമായി സൗഹൃദം സ്ഥാപിക്കുകയായിരുന്നു. മലപ്പുറം കോട്ടക്കലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ അസം സ്വദേശിയുടെ മരണം കൊലപാതകം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് കണ്ടെത്തൽ. ലഹരി സംഘങ്ങൾക്കിടയിലെ പ്രശ്നങ്ങളാണ് കൊലപാതകത്തിന് പിന്നിൽ. മുഖ്യപ്രതി നസറുദ്ദീൻ അടക്കം 4 പേർ കസ്റ്റഡിയിലാണ്. കണ്ണൂർ കൈതപ്രത്ത് ഓട്ടോ ഡ്രൈവർ രാധാകൃഷ്ണനെ വെടിവെച്ച് കൊലപ്പെടുത്തിയത് ആസൂത്രിതമാണെന്ന് വിവരം. കൊലയ്ക്ക് മുൻപും ശേഷവും പ്രതി ഫേസ്ബുക്കിൽ പോസ്റ്റുകൾ ഇട്ടിരുന്നു. അതേസമയം വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് നൽകുന്ന വിവരം. പ്രതി സന്തോഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലപ്പെട്ട രാധാകൃഷ്ണനും പ്രതി സന്തോഷും തമ്മിൽ കഴിഞ്ഞ ദിവസം വാക്കുതർക്കമുണ്ടായതായിരുന്നതായി നാട്ടുകാർ പറയുന്നു. തുടർന്ന് സന്തോഷ് വീട്ടിലേക്ക് പോവുകയും വൈകിട്ടോടെ തോക്കുമായി തിരികെ വരികയുമായിരുന്നു. രാധാകൃഷ്ണന്റെ നെഞ്ചിലാണ് വെടിയേറ്റത്. പോയിന്റ് ബ്ലാങ്കിലായിരുന്നു വെടിയുതിർത്തത്. മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കൊലപ്പെടുത്തുന്നതിന് മുൻപും ശേഷവും സന്തോഷ് ഫേസ്ബുക്കിലൂടെ രാധാകൃഷ്ണനെതിരെ ഭീഷണി മുഴക്കി. തോക്കുമായി നിൽക്കുന്ന ഫോട്ടോയും ഇയാൾ ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട്. സംഭവത്തിന് ശേഷം കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് എത്തിയപ്പോഴും യാതൊരു കുസലുമില്ലാതെ പോലീസിനോടൊപ്പം പോവുകയായിരുന്നു പ്രതി. പരിയാരം മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ എത്തിച്ച് നടത്തിയ ചോദ്യം ചെയ്യൽ ഇയാൾ കുറ്റം സമ്മതിക്കുകയും ചെയ്തു. വ്യക്തിവൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണമെന്ന് ഇയാൾ വ്യക്തമാക്കിയതായാണ് വിവരം. കാട്ടുപന്നി വെടിവെക്കാനായി പഞ്ചായത്തിന് കീഴിലുള്ള ടാസ്ക് ഫോഴ്സിലെ അംഗം കൂടിയാണ് സന്തോഷ്. ജനം, കണ്ണൂർ. കോഴിക്കോട് നാദാപുരത്തെ റാഗിങ്ങിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. +1 വിദ്യാർത്ഥിക്കാണ് സീനിയർ വിദ്യാർത്ഥികളുടെ ക്രൂരമർദ്ദനമേറ്റത്. പേരോട് MIM ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിക്കാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ 4 +2 വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. വിൽപ്പനയ്ക്കെത്തിച്ച MDMAയും ബ്രൗൺ ഷുഗറുമായി യുവാവ് പിടിയിൽ. മലപ്പുറം തേഞ്ഞിപ്പലം പെരുവള്ളൂർ നടുക്കര സ്വദേശി നൌഷാദ് അലിയാണ് പിടിയിലായത്. ഇയാളിൽ നിന്നും 4 ഗ്രാമോളം ലഹരി മരുന്ന് കണ്ടെടുത്തു. കാറിൽ കറങ്ങി നടന്ന് വിൽപ്പന നടത്തി വരുന്നതിനിടെയാണ് ഇയാൾ പിടിയിലായത്. കോയമ്പത്തൂരിൽ ബേക്കറി കടയുടെ മറവിലാണ് ഇയാൾ തമിഴ്നാട്ടിൽ നിന്നും ലഹരി മരുന്ന് കടത്തിയിരുന്നത്. കേരളത്തിലേക്കുള്ള ഹൈബ്രിഡ് കഞ്ചാവ് കടത്ത് വർദ്ധിക്കുന്നു. കൊച്ചി വിമാനത്താവളം വഴിയുള്ള ഹൈബ്രിഡ് കഞ്ചാവ് കടത്തുകൾക്ക് പിന്നിൽ രാജ്യാന്തര ലഹരി സംഘങ്ങൾ. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ കൊച്ചിയിൽ പിടിച്ചത് 85 കിലോ കഞ്ചാവെന്ന് കണക്കുകൾ. ലഹരി കേസുകൾ വർദ്ധിക്കുമ്പോഴും അന്വേഷണത്തിന് എക്സൈസ് വകുപ്പിന് പരിമിതികളേറെയാണ്. മതിയായ ഉദ്യോഗസ്ഥരില്ലാത്തതും സാങ്കേതിക സംവിധാനങ്ങളുടെ അപര്യാപ്തതയും അന്വേഷണത്തെ ബാധിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം നവംബറിലെ മാത്രം കണക്കുകളിൽ 10 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവാണ് ലഹരി മാഫിയ കടത്തിയത്. ഹൈബ്രിഡിൽ സിന്തറ്റിക് ലഹരി കൂടി കലർത്തിയാണ് വിതരണം. വിമാനത്താവളങ്ങളിൽ കസ്റ്റംസും DRIയും നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. കേരളത്തിലേക്ക് ഹൈബ്രിഡ് കഞ്ചാവ് പ്രധാനമായും എത്തുന്നത് മലേഷ്യയിൽ നിന്നും തായ്വാനിൽ നിന്നുമാണ്. പ്രത്യേക ഊഷ്മാവിൽ കഞ്ചാവ് പരിപാലിച്ചാണ് ഉൽപാദനം. എക്സൈസും ഹൈബ്രിഡ് കഞ്ചാവ് കേസുകൾ പിടികൂടുന്നുണ്ട്. സേനാബലവും സാങ്കേതിക സൗകര്യങ്ങളും വർദ്ധിപ്പിച്ച് എക്സൈസിനെ കൂടുതൽ കാര്യക്ഷമമാക്കേണ്ടതുണ്ട്. 5 പോലീസ് സ്റ്റേഷൻ പരിധികൾക്ക് ഒരു എക്സൈസ് റേഞ്ചാണുള്ളത്. അന്വേഷണത്തിന്റെ ഭാഗമായി ഫോണിന്റെ CDRും മറ്റു വിവരങ്ങളും പോലീസ് വഴി മാത്രമാണ് എക്സൈസിന് ലഭിക്കുന്നത്. എന്നാൽ ലഹരി ഇടപാടുകൾക്കെതിരെ ശക്തമായി നീങ്ങുകയാണ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് ജോയിന്റ് എക്സൈസ് കമ്മീഷണർ സുനു സി പറഞ്ഞു. റേഞ്ചിന്റെ അധികാരപരിധിയിൽ 4ഉം 5ഉം പോലീസ് സ്റ്റേഷൻ വരെ ഉള്ള സ്ഥലങ്ങളാണ് കൂടുതലായിട്ടുള്ളത്. 4-5 പോലീസ് സ്റ്റേഷനുകളുടെ അതിർത്തിക്കുള്ളിൽ ഒറ്റ എക്സൈസ് റേഞ്ചാണ് ഇപ്പോൾ നിലവിലുള്ളത്. റേഞ്ചിൽ മാക്സിമം 15 പേരോളം ഉള്ള സ്റ്റാഫ് മാത്രമാണ് ഉള്ളത്. പക്ഷേ എന്നാലും ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നത് കൊണ്ടാണ് ഇത്രയധികം കേസുകൾ കണ്ടെത്താൻ എക്സൈസിന് കഴിയുന്നത്. CDRും മറ്റ് ഡീറ്റെയിൽസും നേരിട്ട് ലഭ്യമാകാനുള്ള നിയമം ഇതുവരെ ആയിട്ടില്ല. ഇപ്പോൾ പോലീസിൽ നിന്ന് പോലീസിൻ്റെ സഹായത്തോടു കൂടിയാണ് ഒരു മൊബൈൽ നമ്പർ കിട്ടിയാൽ തന്നെ അതിനെ ട്രേസ് ചെയ്യാനും അതിൻ്റെ CDR എടുക്കാനും എല്ലാം നമുക്ക് കഴിയുന്നത്. അപ്പോൾ അതിനുള്ള ഒരു ലാഗിങ് അതിലുണ്ടാവും. അന്വേഷണത്തിന് പെട്ടെന്ന് ഇത് കിട്ടിയെങ്കിൽ മാത്രമേ പ്രതിയെ പെട്ടെന്ന് ലൊക്കേറ്റ് ചെയ്ത് പിടിക്കാനുള്ള സാധ്യതയുള്ളൂ. ചതുരക്കട്ടകളായി കടത്തിക്കൊണ്ടുവന്ന് ചെറിയ ഉരുളകളാക്കിയാണ് ഉപയോഗിക്കുന്നവരുടെ കൈകളിലേക്ക് ഹൈബ്രിഡ് കഞ്ചാവ് എത്തുന്നത്. കൊറിയറുകളായും ഹൈബ്രിഡ് കഞ്ചാവ് എത്തുന്നുണ്ട്. പോലീസും എക്സൈസും പ്രത്യേകമായി നടത്തുന്ന പരിശോധനകളിലും നിരവധി ലഹരി കേസുകളാണ് പിടിക്കപ്പെടുന്നത്. ജനം, കൊച്ചി. കോഴിക്കോട് പൂവാട്ടുപറമ്പിൽ നിർത്തിയിട്ട കാറിന്റെ ഗ്ലാസ് തകർത്ത് പണം കവർന്നതായി പരാതി. ആനക്കുഴിക്കര സ്വദേശി റഹീസിന്റെ 40 ലക്ഷം രൂപയാണ് നഷ്ടമായത്. ബൈക്കിലെത്തിയ 2 അംഗ സംഘം പണം സൂക്ഷിച്ചിരുന്ന ചാക്കുമായി പോകുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. കഴിഞ്ഞ ദിവസമാണ് ആനക്കുഴിക്കര സ്വദേശി റഹീസിന് 40 ലക്ഷം രൂപ നഷ്ടമായത്. സ്വകാര്യ ആശുപത്രിക്ക് സമീപം കാർ നിർത്തി പുറത്തുപോയ റഹീസ് തിരിച്ചെത്തിയപ്പോൾ കണ്ടത് കാറിന്റെ മുൻവശത്തെ ചില്ല് തകർത്ത നിലയിലായിരുന്നു. കാറിനകത്ത് കാർഡ്ബോർഡ് കവറിലാക്കി ചാക്കിൽ കെട്ടി സൂക്ഷിച്ചിരുന്ന 40 ലക്ഷം രൂപയും നഷ്ടമായിരുന്നു. ഭാര്യാപിതാവിന്റെ കച്ചവട സ്ഥാപനം വിറ്റുകിട്ടിയ പണവും
മറ്റു ചിലർ നൽകിയ പണവും ഒന്നിച്ച് സൂക്ഷിച്ചിരുന്നതാണെന്നാണ് റഹീസ് പോലീസിന് നൽകിയ മൊഴി. അതേസമയം പണത്തിന്റെ ഉറവിടം സംബന്ധിച്ച് പോലീസിന് സംശയമുണ്ട്. റഹീസിനെ കുറിച്ച് വ്യക്തമായി അറിയാവുന്നവരാകാം മോഷണത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ നിഗമനം. ബൈക്കിലെത്തിയ 2 അംഗ സംഘം പണച്ചാക്കുമായി പോകുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ജനം, കോഴിക്കോട്. കൊല്ലം കരുനാഗപ്പള്ളിയിൽ ATM തകർത്ത് കവർച്ച നടത്താൻ ശ്രമിച്ച പ്രതികൾ പിടിയിൽ. മഹാരാഷ്ട്ര സ്വദേശി കുതുബ്ദീൻ ഗാസി, പശ്ചിമബംഗാൾ സ്വദേശി മോസ്താക്കിൻ ഗാസി എന്നിവരാണ് പിടിയിലായത്. കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് വില്ലേജ് ജംഗ്ഷന് സമീപത്തെ ATM തകർക്കാൻ ശ്രമിച്ചത്. മറ്റ് ATMകൾ തകർക്കാൻ പദ്ധതി ഇടുന്നതിനിടെയാണ് പ്രതികൾ പിടിയിലായത്. പത്തനംതിട്ടയിൽ കാട്ടുപന്നി ആക്രമണത്തിൽ വീട്ടമ്മയ്ക്ക് ഗുരുതര പരിക്ക്. ഏറത്ത് വയല സ്വദേശി സാറാമ ലാസറിനെ അടൂർ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വീടിന് സമീപത്ത് വെച്ചാണ് പന്നി ആക്രമിച്ചത്. ഭീതിപ്പെടുത്തുന്ന ആനക്കലി കണ്ട് പേടിക്കുന്നവർക്ക് ആന അഴകിൻ്റെ നല്ല കാഴ്ചകൾ കൂടി കാണിച്ചു തരാം. സൗമ്യരായ ചില ഗജരാജാക്കന്മാരുണ്ട് നമ്മുടെ നാട്ടാനക്കൂട്ടത്തിൽ. 50 വയസ്സ് തികയ്ക്കുന്ന മൗട്ടത്ത് രാജേന്ദ്രനെ സൗമ്യ സ്വഭാവത്തിൽ മാത്രമേ ആരും കണ്ടിട്ടുള്ളൂ. കൊമ്പന്റെ ഈ സ്വഭാവ സവിശേഷതയ്ക്ക് കലിയുഗ സൗമ്യപ്രതാപി പട്ടം നൽകി ആദരിച്ചിരിക്കുകയാണ് ഗജതാണ്ഡവം ആനപ്രേമി സംഘം. സൗമ്യ സ്വഭാവം, 10 അടിക്കൊത്ത പൊക്കവും അഴകും ഗജസൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുന്നു. അഴകിലും അനുസരണയിലും സമാനതകളില്ലാത്ത സൽപ്പേരാണ് ഈ കൊമ്പനുള്ളത്. ഈ ഗുണങ്ങളാണ് കലിയുഗ സൗമ്യ പ്രതാപി പട്ടം നൽകി രാജേന്ദ്രനെ ആദരിക്കാൻ ഗജതാണ്ഡവം ആനപ്രേമി സംഘത്തെ പ്രേരിപ്പിച്ചത്. മലയാനപ്പുഴ ക്ഷേത്രത്തിൽ വെച്ച് നടത്തിയ ചടങ്ങിൽ ക്ഷേത്രതന്ത്രി അടിമുറ്റത്തുമഠം സുരേഷ് ഭട്ടതിരി പങ്കെടുത്തു. 2.5 പതിറ്റാണ്ടിലധികം രാജേന്ദ്രനെ വഴി നടത്തുന്ന സാരഥി പഴകുളം അനിയെയും 2ാം ചട്ടക്കാരനായ രാജേഷ് പള്ളിക്കിനെയും ക്ഷേത്രതന്ത്രി ആദരിച്ചു. ക്ഷേത്രോത്സവങ്ങളുമായി അനുബന്ധമായി ആനകളെ എഴുന്നള്ളിക്കുന്നത് നിയന്ത്രണങ്ങളും അതിൻ്റെ ചട്ടങ്ങളും പാലിച്ചുകൊണ്ട് ഭക്തജനങ്ങളുടെ ഒരു അകൽച്ച, അതുമായിട്ടുള്ള സമ്പർക്കത്തിന് അകൽച്ച പാലിച്ചുകൊണ്ട് നിയന്ത്രണങ്ങളോടുകൂടി ആനയെ എഴുന്നള്ളിക്കുന്നത് ഉചിതമായൊരു മാർഗമായിരിക്കും. അതിനെ തീരെ ഒഴിവാക്കുവാൻ, ഉത്സവാധികാരങ്ങൾ തീരെ ഒഴിവാക്കാൻ സാധിക്കുന്നതല്ല. പല ക്ഷേത്രങ്ങളിലും ഇന്ന് നടന്നു വരുന്നത് ഉത്സവാധികാരങ്ങളിലൊക്കെ ആന എഴുന്നള്ളിക്കാറുണ്ട്. അതിന് നിയന്ത്രണങ്ങളും ഒക്കെ പാലിച്ചുകൊണ്ട്, നിയമങ്ങളും നിയന്ത്രണങ്ങളിലും കൂടെ പാലിച്ചുകൊണ്ട് എഴുന്നള്ളിക്കാവുന്നതാണ്. കൊമ്പൻ രാജേന്ദ്രനെ ആനപ്രേമി സംഘം ആദരിച്ചപ്പോൾ അത് കണ്ടു നിന്നവർക്കും അവിസ്മരണീയ കാഴ്ചയായി മാറി. ജനം, പത്തനംതിട്ട. കക്കൂസ് മാലിന്യങ്ങൾ പൊതുതോട്ടിലേക്ക് ഒഴുക്കിയ സംഭവത്തിൽ പിഴ. മാള ഹോളി ഗ്രേസ് അക്കാദമിക്കാണ് പഞ്ചായത്ത് പിഴ ചുമത്തിയത്. 50,000 രൂപ പിഴയടയ്ക്കാൻ നോട്ടീസ് നൽകി. CCTV ക്യാമറകളുടെ പൂർണ്ണസമയ ദൃശ്യങ്ങൾ കൗൺസിലർമാരുടെ മൊബൈലിൽ കാണുന്ന സംവിധാനവുമായി മലപ്പുറം കൊണ്ടോട്ടി നഗരസഭ. ശുചിത്വത്തോടൊപ്പം സാമൂഹ്യ സുരക്ഷയ്ക്കും ക്രമസമാധാന പാലനത്തിനും പ്രാധാന്യം നൽകുകയാണ് ലക്ഷ്യമാക്കുന്നത്. മയക്കുമരുന്ന് വ്യാപനത്തിന് തടയിടാൻ കഴിയുമെന്നുള്ളതും പ്രത്യേകതയാണ്. കൊണ്ടോട്ടി നഗരസഭാ പരിധിയിലെ പ്രധാന സ്ഥലങ്ങളിൽ 10 നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. ചേലോടെ കൊണ്ടോട്ടി സമ്പൂർണ്ണ മാലിന്യമുക്ത പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നഗര ശുചീകരണത്തിന് പ്രാമുഖ്യം നൽകുന്ന രീതിയിൽ CC ക്യാമറകൾ സ്ഥാപിച്ചത്. കൊളത്തൂർ, നയബസാർ, ഹജ്ജ് ഹൗസ്, ദയാനഗർ, ബസ് സ്റ്റാൻഡ് തുടങ്ങിയ 10 കേന്ദ്രങ്ങളിലായാണ് ആദ്യഘട്ടമായി CCTV ക്യാമറകൾ സ്ഥാപിച്ചത്. അനാവശ്യമായി പൊതു ഇടങ്ങളിൽ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് ഇതുവഴി കണ്ടെത്താൻ കഴിയും. മാലിന്യം വലിച്ചെറിയുന്നതും മറ്റ് സാമൂഹിക തിന്മകളിൽ ഏർപ്പെടുന്നതിനും കനത്ത പിഴ ഉൾപ്പെടെ ശിക്ഷ നടപടികൾ സ്വീകരിക്കും. വാർഡുകളിൽ സ്ഥാപിച്ചിട്ടുള്ള CCTV ക്യാമറകളുടെ പൂർണ്ണ സമയത്തെ ദൃശ്യങ്ങൾ കൗൺസിലർമാരുടെ മൊബൈൽ ഫോണിൽ ലഭിക്കും. 10 ക്യാമറയുടെയും പൂർണ്ണ ദൃശ്യങ്ങൾ നഗരസഭ ചെയർപേഴ്സന്റെയും ഗ്രീൻ സിറ്റി മാനേജറുടെയും മൊബൈൽ ഫോണിലും ലഭിക്കും. ക്യാമറ സ്ഥാപിച്ചതിനു ശേഷം മാലിന്യം വലിച്ചെറിഞ്ഞ ആളുകളെ പിടികൂടി പിഴ ഈടാക്കാൻ തുടങ്ങി. പണമടങ്ങിയ പേഴ്സ് നഷ്ടപ്പെട്ടപ്പോൾ അതെടുത്തുകൊണ്ട് പോകുന്ന ആളിന്റെ ദൃശ്യങ്ങളും ലഭിച്ചു. ഇപ്പോഴും നമുക്കറിയാം, മാലിന്യം വലിച്ചെറിയരുത് എന്നുള്ള സന്ദേശങ്ങൾ കൊടുത്താലും അതിനെ ഒരു ഫൈൻ എന്നുള്ള സിസ്റ്റത്തിലേക്ക് വരികയാണെങ്കിൽ ഒന്നും കൂടെ നമ്മളെ നാടിനെ മൊഞ്ചാക്കിയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. ഉൾക്കണ്ണ് എന്ന് പറഞ്ഞ പേരിൽ നമ്മൾ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വെച്ചതാണ് CCTV സ്ഥാപിക്കുക എന്നുള്ളത്.
ഇപ്പം ഒരു 10 CCTV നമ്മൾ സ്ഥാപിച്ചു. മിക്ക സ്ഥലങ്ങളും 10 സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മാലിന്യം വലിച്ചെറിയും നമ്മളെ ശ്രദ്ധയിൽപ്പെട്ട സ്ഥലങ്ങളിലാണ് സ്ഥാപിച്ചത്. കൊളത്തൂർ ജംഗ്ഷനിൽ 2 എണ്ണം വെച്ചിട്ടുണ്ട്, കൊളത്തൂർ എയർപോർട്ട് റോഡിൽ. അതുപോലെ തന്നെ പല ഭാഗങ്ങളിൽ ഇപ്പം നമുക്കറിയാം ഈ സ്പോട്ട് തന്നെ കോട്ടാപ്പള്ളിയുടെ സമീപത്ത് വലിയ തോടിൻ്റെ ഭാഗം സഞ്ചരിച്ചു കൊണ്ട് നിൽക്കുന്ന ഒരു ഭാഗം തന്നെയാണ്. പലപ്പോഴും ഈ വെള്ളം കണ്ടാൽ നമുക്ക് സങ്കടം വന്ന ഒരു അവസ്ഥയിലേക്കാണ് ഈ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത്. അതാത് ക്യാമറകൾ അതാത് വാർഡിലെ കൗൺസിലറുടെ മൊബൈൽ ഫോണിൽ കണക്റ്റഡാണ്. ഇങ്ങനെ വലിച്ചെറിയുന്ന സന്ദർഭത്തിൽ ഇത് ശ്രദ്ധയിൽപ്പെട്ടാൽ ഏറ്റവും 25,000 രൂപ വരെ കനത്ത ശിക്ഷ നൽകുന്ന പിഴ നൽകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല, മാലിന്യം വലിച്ചെറിയുന്ന ആളുകളെ പോയിന്റ് ഔട്ട് ചെയ്യുന്ന ശ്രദ്ധയിൽ കൊണ്ടുവരുന്ന ആളുകൾക്ക് കൃത്യമായ പാരിതോഷികവും നഗരസഭ നൽകുന്നുണ്ട്. രണ്ടാം ഘട്ടത്തിൽ കൂടുതൽ CC ക്യാമറകൾ സ്ഥാപിക്കും. നഗരസഭാ പരിധിയിലെ മയക്കുമരുന്ന് ഉപയോഗം കുറയ്ക്കുക എന്ന ലക്ഷ്യവും ഇതിനു പിന്നിലുണ്ട്. ജനം, മലപ്പുറം. തിരുവനന്തപുരത്ത് സ്പെയർ പാർട്സ് കടയിൽ അർദ്ധരാത്രി തീപിടിച്ചത് പരിഭ്രാന്തി പരത്തി. കാട്ടാക്കട തിരുവനന്തപുരം റോഡിലാണ് സംഭവം. രാത്രി 1 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. ഹിന്ദു ധർമ്മത്തിന്റെ ശക്തി പ്രകടനം ആയതിനാലാണ് കുംഭമേളയ്ക്കെതിരെ നിരന്തരം പ്രചരണമുണ്ടാകുന്നതെന്ന് മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി. മുഴുവൻ ധർമ്മത്തെയും ആക്രമിക്കുന്നതിന് തുല്യമാണ് കുംഭമേളയെ ആക്രമിക്കുന്നത്. ധർമ്മത്തിന്റെ കൂടിച്ചേരലുകളെ നശിപ്പിക്കാനുള്ള ശ്രമമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ദേശവും കാലവുമായി ബന്ധപ്പെട്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം തന്നെ ദേശവും കാലവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ദേശാചാരങ്ങളുണ്ട്, കാലാചാരങ്ങളുണ്ട്, പരമ്പരയായിട്ട് തുടർന്നു വരുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും ഒരു സംസ്കൃതി, ഇപ്പോൾ കുംഭമേളയ്ക്കെതിരെ എന്തുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹിന്ദു ധർമ്മത്തിൻ്റെ വലിയൊരു ശക്തി പ്രകടനമാണ്. അപ്പോൾ അതിനെ ആക്രമിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തം ആ ധർമ്മത്തെ ആക്രമിക്കുന്നതിന് തുല്യമാണ്. US വിദ്യാഭ്യാസ വകുപ്പ് പിരിച്ചുവിടാനുള്ള ഉത്തരവിൽ ട്രംപ് ഒപ്പുവെച്ചു. ദേശീയ വിദ്യാഭ്യാസ വകുപ്പാണ് എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ ഇല്ലാതാകുന്നത്. വിദ്യാഭ്യാസ വകുപ്പ് സ്റ്റേറ്റുകളുടെ പരമാധികാരമെന്ന് രേഖപ്പെടുത്തിയാണ് വകുപ്പ് പിരിച്ചുവിടാൻ ഉത്തരവിറക്കിയത്. 2024 തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ പ്രധാന ഇനമായിരുന്നു ദേശീയ വിദ്യാഭ്യാസ വകുപ്പ് പിരിച്ചുവിടുമെന്ന നിലപാട്. പിരിച്ചുവിടൽ സംബന്ധിച്ച എക്സിക്യൂട്ടീവ് ഉത്തരവ് ട്രംപ് ഒപ്പുവെച്ചു. സ്റ്റേറ്റുകളുടെ പരമാധികാര പരിധിയിൽ വരുന്നതാണ് വിദ്യാഭ്യാസമെന്നും ട്രംപ് പറയുന്നു. ദേശീയ തലത്തിൽ വിദ്യാഭ്യാസത്തിന് ചെലവഴിക്കുന്ന തുക ഉത്പാദനക്ഷമമാകുന്നില്ലെന്നും ട്രംപ് വ്യക്തമാക്കി. After 45 years, the United States spends more money on education by far than any other country, and spends likewise by far more money per pupil than any country, and it's not even close, but yet we rank near the bottom of the list in terms of success. It's an amazing stat. Those are two stats you don't want. The most money spent per pupil, and you're at the bottom of the list. And that's where we are, like it or not, and we've been there for a long time. പിരിച്ചുവിടൽ നടപടിക്ക് കോൺഗ്രസിന്റെ അംഗീകാരം ആവശ്യമുണ്ട്. സെനറ്റിൽ ഡിപ്പാർട്ട്മെന്റിന്റെ പിരിച്ചുവിടൽ ഉത്തരവിന് അംഗീകാരം ലഭിക്കാൻ 60 പേരുടെ പിന്തുണയും ആവശ്യമുണ്ട്. US ഭരണപരിഷ്കാര വകുപ്പും സമാനമായ നിർദ്ദേശം മുന്നോട്ട് വച്ചിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് at 2 PM കാണാം. നമസ്തേ.